എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ സംഭാഷണം ആരംഭിക്കാൻ പോകണം. സംഭാഷണമല്ല, ശരിക്കും സംഭാഷണത്തിലൂടെ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. നമ്മൾ കുറച്ച് ഗൗരവമുള്ള കാര്യമാണെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മതം, ആത്മീയത, ശാസ്ത്രം, ഈ വിഷയങ്ങൾ ഊന്നി നിന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ കരുതുന്നത്. വൈശാഖൻജിയുടെ ഇപ്പം ഇറങ്ങിയ വീഡിയോ ആരാണ് ഞാൻ, ഞാനത് കണ്ടിരുന്നു കേട്ടോ. എനിക്ക് അതിൽ ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം തന്നെയാണ് അതിൽ പ്രധാനമായിട്ടും താങ്കൾ ഊന്നി നിൽക്കുന്നത് അതിൽ തന്നെയാണ്. ആരാണ് ഞാൻ എന്നുള്ള ഒരു വിഷയമാണ്. അത് കാലാകാലങ്ങളായിട്ട് ആത്മീയവാദികൾ വ്യാഖ്യാനിച്ച് വരുന്നൊരു സംഭവമാണ് ഈ ഞാൻ ആര് എന്നുള്ളത്. എവിടെ നിന്ന് വന്നു, ഞാനെവിടെ പോകുന്നു, ഒരു അന്വേഷണം, യാത്രയൊക്കെ ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ആത്മീയവാദത്തെ നമുക്ക് ശാസ്ത്രം കൊണ്ട് ഭേദിക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ആത്മീയവാദത്തെ നമുക്ക് ശാസ്ത്രം കൊണ്ട് ഭേദിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ നമ്മൾ ഈ ആത്മീയവാദത്തിൽ ആത്മീയത കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ പലരും സ്വയം അവർ ആത്മീയതയിൽ താല്പര്യമുള്ളവരാണെന്നൊക്കെ പറയുമ്പോൾ ഇവർ പലർക്കും പല കാര്യത്തിലാണ് ശരിക്കും താല്പര്യം. അല്ലെങ്കിൽ ആത്മീയത എന്ന വാക്കുകൊണ്ട് എല്ലാവരും ഒരേ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും ആ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ വാക്കിലൊരു സ്പിരിറ്റ് ഉണ്ട്. അത് ശരിക്കും ക്രിസ്ത്യാനിറ്റി എന്നാണ് അത് വരുന്നത്. ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ സ്പിരിറ്റുമായിട്ട് മനുഷ്യനെ കണക്ട് ചെയ്യുക. അത് തുടങ്ങുന്നത് കംപ്ലീറ്റ്ലി ഒരു റിലീജിയസ് ഐഡിയ ആയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പതിയെ മാറി മറ്റ് റിലിജിയനുകളിലേക്ക് പോയതിന് പുറമെ അത് റിലിജിയനുമായിട്ടൊന്നും അല്ലെങ്കിൽ മതങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലാത്ത തരത്തിൽ പോലും ആളുകൾ ഞാൻ മതവിശ്വാസിയല്ല പക്ഷേ ആത്മീയതയിൽ താല്പര്യമുള്ളതാണ്, സ്പിരിച്വലാണ്, റിലീജിയസ് അല്ല എന്ന് പറയുന്ന ലെവലിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പല സ്ഥലങ്ങളിലും പല അർത്ഥത്തിലാണ് ആൾക്കാർ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ പറയുന്നത് എനിക്കപ്പുറമുള്ള ഈ ചുറ്റുമുള്ള യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, എന്നെക്കാൾ വലിയൊരു മേജർ എൻറ്റിറ്റിയുമായിട്ട് സ്വയം കണക്ട് ചെയ്യാൻ ഉള്ള താല്പര്യത്തെ അല്ലെങ്കിൽ കണക്ട് ചെയ്യുക എന്ന് പറയുന്ന ആ പ്രക്രിയയാണ് ഞാൻ ആത്മീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു ആത്മീയത. ഇപ്പോൾ ചിലർ പറയുന്നത് ഞാൻ ദൈവവുമായിട്ടുള്ള നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് നേരിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിന് ആത്മീയത എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് സയൻസ് കൊണ്ട് നമ്മൾ ഭേദിക്കാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിന് ഈ ഓരോരുത്തരുടെയും ആത്മീയത എന്താണെന്ന് അനുസരിച്ചിട്ട് നമ്മൾ മുറിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാനല്ലാതെ എനിക്ക് ചുറ്റുമുള്ള യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സയൻറ്റിഫിക്കലി നമുക്ക് ഒരു വാലിഡ് ആർഗ്യുമെൻ്റാണ്. എൻ്റേതല്ലാത്ത ഇപ്പോൾ ഈ യൂണിവേഴ്സിൽ ഞാനും ഉണ്ട്, ഞാനല്ലാത്തതും ഉണ്ട്. ഇത് രണ്ടും ചേരുന്നതാണ് യൂണിവേഴ്സ്. അപ്പോൾ ഞാനല്ലാത്ത ഈ ഗ്രാൻഡ് സ്കീം ഓഫ് തിങ്സിലേക്ക് എനിക്ക് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ വേണമെങ്കിൽ സയൻറ്റിഫിക്കായിട്ടും അത് കണക്ഷൻ ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബ്ലാക്ക് ഹോളിലുള്ള ആറ്റംസും ഏതെങ്കിലും വലിയ ദൂര ഗാലക്സികളിലെ നക്ഷത്രങ്ങളിൽ ഊർജ്ജം ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ആറ്റങ്ങളും കെമിക്കൽ റിയാക്ഷൻസും ഒക്കെ എൻ്റെ ശരീരത്തിൽ നടക്കുന്ന റിയാക്ഷൻസ് തന്നെയാണ്. അതേ നിയമങ്ങളാണ് അനുസരിക്കുന്നത്. അപ്പോൾ ഞാനും ഈ പ്രപഞ്ചം മൊത്തം ഒരേ നിയമങ്ങളാൽ ഗവേൺ ചെയ്യപ്പെടുന്ന സിസ്റ്റങ്ങളാണ്. അപ്പോൾ ഞാൻ പ്രപഞ്ചത്തിനുമായി ഒന്നു ചേരുന്നു. അത് ആത്മീയ അനുഭവമാണെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ നമുക്കൊരു സയൻറ്റിഫിക് ആത്മീയത വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതിന് കച്ചവട സാധ്യത ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് ആലോചിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതിൽ നമ്മുടെ അഹംബോധം എന്താണ് ഞാൻ എവിടെയാണ് വേറിട്ട് നിൽക്കുന്നത്, എൻ്റെ സെൽഫും ചുറ്റുപാടും തമ്മിലുള്ള അതിരെവിടെയാണെന്നുള്ളതൊക്കെയാണല്ലോ താങ്കൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത്തരം രീതിയിൽ ആത്മീയതനെ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിശദീകരണമാണ് തോന്നുന്നു ആ വീഡിയോ. അപ്പോൾ അത് പറഞ്ഞ് ഇനി നടക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ യുവാൽ ഹരാരിയുടെ ഹോമോഡിയസ് പുസ്തകത്തിൽ ഇതിനെപ്പറ്റി വളരെ അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കാര്യത്തെ അദ്ദേഹം ഒരു ഹിസ്റ്റോറിയനാണല്ലോ. അപ്പോൾ അദ്ദേഹം എഴുതിയ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഉറപ്പ് വരുത്താനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഫിസിസിസ്റ്റിനോട് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ചിലരുടെ ആത്മീയ യാത്രകൾ മതത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നവയാണ്. മതം ലൗകികമായ വ്യവസ്ഥിതികളെ അരക്കിട്ടുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മീയവാദികൾ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു. ഹിസ്റ്റോറിക്കലായിട്ട് പറയുന്ന കാര്യമാണ്. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ വിഷയങ്ങളിൽ ആത്മീയവാദികളെ കൊണ്ട് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണമായി കത്തോലിക്ക സഭയുടെ അധികാരത്തിനെതിരെ നടന്ന പ്രൊട്ടസ്റ്റന്റ് കലാപം അത് നടത്തിയത് മാർട്ടിൻ ലൂതർ എന്ന വിരക്തനായ ഒരു പാതിരിയാണ്. അതുപോലെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം എഴുതാത്തൊരു കാര്യമാണ്. ഞാൻ വേണമെങ്കിൽ പറയാം, കേരളത്തിൽ ജാതിക്കെതിരെ ഫലപ്രദമായി ഒരു മുന്നേറ്റം ഉണ്ടാക്കിയത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം ആത്മീയ പാതയിൽ തന്നെയായിരുന്നു നമുക്കറിയാം. പിന്നെ നമുക്ക് ലോകത്തിൽ തന്നെ നോക്കിയാൽ പെരിയാർ EV രാമസ്വാമിയെ മാറ്റി നിർത്തിയാൽ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ അധികവും
ആത്മീയതയുടെ പാത സ്വീകരിച്ച ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കറ നല്ലതാണെന്നുള്ള പരസ്യം പോലെ ആത്മീയവാദം, ഇങ്ങനെയുള്ള ആത്മീയവാദം ആണെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടോ? ശരി. ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ള പ്രശ്നം, അത് മുമ്പും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മളെപ്പോഴും ആളുകളെയാണ് ആത്മീയവാദി അല്ലെങ്കിൽ പുരോഗമനവാദി, ഫെമിനിസ്റ്റ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. പക്ഷേ പേഴ്സണലി ഞാൻ കരുതുന്നത് ആളുകളിൽ യുക്തിവാദിയും പുരോഗമനവാദിയും ഒന്നുമില്ല. അവർ പറയുന്ന ആശയങ്ങളാണ് യുക്തിവാദമാണോ പുരോഗമനപരമാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ടൊരു പുരോഗമനപരമായിട്ടുള്ള ആശയം പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് പിന്തിരിപ്പനായിട്ടൊരു ആശയം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്തിരിപ്പനാണോ പുരോഗമനവാദിയാണോ എന്ന് ചോദിക്കുന്ന അർത്ഥമില്ല. ഞാൻ ഇത് രണ്ടും ആത്മാർത്ഥമായിട്ട് ചിലപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരു വിഷയത്തിൽ എൻ്റെ നിലപാട് പുരോഗമനപരമായിരിക്കും, വേറൊരു വിഷയത്തിൽ ഞാൻ എടുക്കുന്ന നിലപാട് ചിലപ്പോൾ പിന്തിരിപ്പനായിരിക്കും. ഒരു വിഷയത്തിൽ ഞാൻ സയൻറ്റിഫിക് ആയിരിക്കും, വേറൊരു വിഷയത്തിൽ ഞാൻ ചിലപ്പോൾ അൺസയൻറ്റിഫിക്കോ അല്ലെങ്കിൽ സൂപ്പർസ്റ്റീഷ്യസോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ആളുകളെ ഈ ഒരു ആശയത്തിൻ്റെ ലേബൽ വിളിക്കുന്നതിനേക്കാൾ സൗകര്യം അവർ പറയുന്ന കാര്യങ്ങളെ വിളിക്കുക എന്ന് പറയും. അപ്പോൾ ശ്രീനാരായണ ഗുരു അദ്ദേഹം ആത്മീയത പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ആത്മീയതയുടെ പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. പക്ഷേ സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉച്ചനീചത്തിനത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അദ്ദേഹം ആത്മീയതയല്ല സംസാരിക്കുന്നത്, അദ്ദേഹം ആ സമയത്ത് വേറെ ഒരു വിഷയമാണ്. അതൊരു നമുക്ക് സാമൂഹികതയുമായിട്ട് ബന്ധപ്പെട്ടതോ ഹ്യൂമനിസമോ അതൊക്കെയാണ്. അപ്പോൾ ഒരു വ്യക്തി അപ്പം ഇപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഇപ്പം ബിഗ് ബാങ് തിയറിയുടെ ഏറ്റവും തുടക്കക്കാരിൽ ഒരാളെന്ന് പറയുന്നത് ജോർജസ് ലെമൈട്രെ എന്ന് പറയുന്ന ഒരു പാതിരിയാണ്. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബാങ് തിയറി ക്രിസ്ത്യൻ തിയറി ആകുന്നില്ല. അപ്പം ആശയങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ചില ആള് പിന്നെ ഞാൻ മനുഷ്യരെന്ന് പറയുന്നത് ബേസിക്കലി ഈ നമ്മൾ ഈ അഹം ആ വീഡിയോയിൽ ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്നത്, അതായത് എപ്പോഴും ഈ നേച്ചർ പ്ലസ് നെർച്ചർ എന്നാണ് ഒരാളിനെ നമ്മൾ പറയുക. അതായത് ഒരു പ്രോഡക്റ്റ് ഓഫ് നേച്ചറുമാണ്, പ്രോഡക്റ്റ് ഓഫ് നെർച്ചറുമാണ്. അതായത് നമ്മൾ എൻ്റെ സെയിം എക്സാക്ട് ജനിതകത്തോടു കൂടി വേറൊരു സാഹചര്യത്തിൽ ഒരാൾ വളർന്നാൽ എന്നെ പോലെ ആകണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം അതിനകത്ത് നെർച്ചറിനൊരു റോളുണ്ട്. അപ്പോൾ ആളുകൾ ഭയങ്കര കോംപ്ലക്സ് ആണ്. അപ്പോൾ ഒരാൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ രണ്ട് അവസരങ്ങളിൽ പറയുമ്പോൾ അത് പരസ്പര വിരുദ്ധമാണെന്ന് ചിലപ്പോൾ അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പം തേങ്ങ അടിച്ചിട്ട് റോക്കറ്റ് വിക്ഷേപിക്കുന്ന സയൻറ്റിസ്റ്റിനെ നമ്മൾ സ്ഥിരം പറയാറുണ്ടല്ലോ, ഈ തേങ്ങ അടിക്കപ്പെടുന്ന പ്രക്രിയയും റോക്കറ്റ് വിക്ഷേപിക്കുന്ന പ്രക്രിയയും തമ്മിലൊരു വൈരുദ്ധ്യം ആ മനുഷ്യന് ചിലപ്പോൾ കാണാൻ പോലും പറ്റുന്നുണ്ടാവില്ല. നമ്മളിതിനെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അവർ കരുതുന്നത് ഇത് രണ്ടും അതിൻ്റെതായ രീതിയിൽ പ്രധാനപ്പെട്ട വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആക്ച്വലി തേങ്ങ അടയ്ക്കുന്നത് ഒരു പ്രക്രിയയാണ്, അതിന്റെ മെത്തേഡ് വേറെയാണ്, ഇത് വേറെ ഒരു മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർ പൊതുവെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതിനകത്ത് ഇങ്ങനെ കോംപ്ലക്സിറ്റി ഉണ്ട്. അതിപ്പോൾ ഹിറ്റ്ലർ ആയാലും മഹാത്മാഗാന്ധി ആയാലും ഈ കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആത്മീയവാദികൾ ഇത് ചെയ്തിട്ടുണ്ട്. മനുഷ്യർ നല്ലതും ചീത്തയും ചെയ്യുന്ന കൂട്ടത്തിൽ യുക്തിവാദികൾ ചീത്ത ചെയ്യുന്നുണ്ടാവും, ആത്മീയവാദികൾ നല്ലത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളിപ്പോൾ ഒരു അഭിപ്രായം പറയുന്ന ആൾ യുക്തിവാദം ഒരു മോശം കാര്യമാണെന്നാണ് മനസ്സിലാക്കിക്കുന്നുണ്ടെങ്കിൽ അയാൾ കാണുന്നത് യുക്തിവാദികൾ ചെയ്യുന്ന മോശം കാര്യങ്ങളായിരിക്കും. ആത്മീയവാദ നല്ലതാണെന്ന് കരുതിയിട്ടുള്ള ഒരാൾ കാണുന്നത് ആത്മീയവാദികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും യുക്തിവാദി, അതാണ് അതിനകത്തുള്ള പ്രശ്നം. അപ്പോൾ ഈ ഒരു നരേറ്റീവ് വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഹരാരി ഇത് ഏത് സ്പെക്ട്രത്തിലാണെന്ന് അറിയില്ലെങ്കിലും ഹരാരിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്, ആത്മീയവാദികൾ അത്ര മോശം നമ്മൾ ഈ പറയുന്ന പ്രശ്നക്കാരൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്ന നല്ലതൊക്കെയാണ് അദ്ദേഹം കാണുന്നത്. ശരിക്കും പിക്ക് ചെയ്യാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നത് തന്നെ അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹത്തിന് കൂടുതൽ വിസിബിലിറ്റി ഉള്ളതുകൊണ്ട് കൂടുതൽ പേര് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമുക്ക് ഈ ധാർമ്മികതയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സയൻസിന് അവിടെ ഒന്നും പറയാനില്ല എന്ന് പൊതുവെ പറയും. ഇപ്പോൾ ഓക്സിജൻ ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ശാസ്ത്രത്തിന് പറയാൻ പറ്റും. പക്ഷേ കുറ്റവാളികളെ ഓക്സിജൻ കിട്ടാത്ത വിധം ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് ശരിയാണോ തെറ്റാണോ? ഇത് ഈ ജഡ്ജ്മെന്റ് എന്താ, അതായത് റൈറ്റ് ഓർ റോങ്, അതിൻ്റെ അതോറിറ്റി ആരുടെ കയ്യിലാണ് എന്ന ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ നമുക്ക് ഉത്തരവില്ല. നമ്മൾ ഇതിനിപ്പോൾ ചെയ്യുന്നത് ലോകത്തെ എല്ലായിടങ്ങളിലും ഈ ഭരണക്രമങ്ങളുണ്ട്. ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുന്ന രണ്ടുമൊക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. കംപ്ലീറ്റ് മൊണാർക്കുകളുണ്ട്, അതോറിറ്റേറിയൻ, അങ്ങനെ പലതരം ഗവൺമെൻറ്റുകളുണ്ട്. അപ്പം അതാത് സമൂഹങ്ങളിൽ ആരുടെ കയ്യിലാണ് പവർ ഇരിക്കുന്നത് അവരാണ് പൊതുവിൽ ആ സ്ഥലത്തെ ശരി തെറ്റുകളുടെ അതോറിറ്റി ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ശരി തെറ്റുകൾ അവർ ഇടപെടില്ല. അപ്പോൾ ആ ലൊക്കാലിറ്റി ആയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഖാപ്പ് പഞ്ചായത്തുകളെ കുറിച്ചൊക്കെ പറയുന്നില്ല, അവിടെ ഒരു ശരി തെറ്റുകളുണ്ട് അവർ. അപ്പോൾ അങ്ങനെ എപ്പോഴും അധികാരങ്ങളാണ് ഈ ശരി തെറ്റുകളുടെ ഡിസിഷൻ എടുത്തിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പേഴ്സണലി എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണോ, അങ്ങനെ അത്തരം ആശയങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് കരുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കരുതുന്നത് ദി ഗ്രേറ്റർ ഗുഡ്. മൊത്തത്തിൽ ഇപ്പം സമത്വം വേണമോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു
ഞാനൊരു വ്യക്തി മാത്രമായിട്ട് നിന്ന് ആലോചിക്കുകയാണെങ്കിൽ എന്നെക്കാൾ മുകളിലുള്ള ആളുകളെ, ഇപ്പോൾ സാമ്പത്തിക സ്കെയിലിലോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള വിലയുടെ കാര്യത്തിലോ എന്നെക്കാൾ മുകളിലുള്ള ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സമത്വം ഇഷ്ടമാണ്, കൊള്ളാം. എന്നെക്കാൾ താഴെയുള്ള ആളുകൾ ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് സമത്വം അത്ര താല്പര്യമില്ല. നമ്മളെല്ലാവരുടെയും അവസ്ഥ ഇതാണ്. അപ്പോൾ ഞാൻ എത്രത്തോളം മുകളിൽ നിൽക്കുന്നോ അത്രത്തോളം സമത്വം എനിക്ക് ഗുണകരമല്ല, എനിക്കത് ദോഷമാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ സമൂഹത്തിൽ സാമ്പത്തിക അസമത്വം മാറണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കൂടുതലുള്ളവരുടെ കയ്യിൽ നിന്ന് കുറയുന്നതാണ്, കുറഞ്ഞിരിക്കുന്നവരുടെ കയ്യിൽ കൂടുമെന്നാണ്. അപ്പോൾ രണ്ടുപേർക്കും ഒരേ അഭിപ്രായം ആവാൻ വഴിയില്ലല്ലോ. അപ്പോൾ പക്ഷേ അംബാനിക്കും എനിക്കും ഒരേ വോട്ടവകാശമാണ് എന്ന് പറയുന്ന സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത്. ഇതിന് പുറത്ത് ഒരു ഭരണ സംവിധാനവും നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സാമൂഹിക ക്രമം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, പെട്ടെന്ന് പൊളിക്കാൻ പറ്റാത്ത ഒരെണ്ണം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ശരി തെറ്റുകൾ പറയുന്നത്. അപ്പോൾ കള്ളം പറയരുത് നമ്മളെല്ലാവരും, നമ്മൾ ഒരാളോടും പറയില്ല കള്ളം പറയുന്നത് നല്ലതാണ്, പക്ഷെ നമ്മൾ കള്ളം പറയും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് കള്ളം പറയരുതെന്ന് ഒരു ഉപദേശമായിട്ടോ ഒരു മഹത് വചനമായിട്ടോ പറയുന്നത്? ആരും നമ്മളോട് കള്ളം പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല, ആരും നമ്മളോട് കള്ളം പറയരുത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനാണോ മറ്റുള്ളവരാണോ എണ്ണത്തിൽ കൂടുതൽ? മറ്റുള്ളവരാണ് എണ്ണത്തിൽ കൂടുതൽ. അപ്പോൾ കള്ളം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയുന്ന കള്ളങ്ങളുടെ എണ്ണത്തെക്കാൾ എത്രയോ കൂടുതലാണ് ഞാൻ കേൾക്കേണ്ടി വരാൻ പോകുന്ന കള്ളങ്ങളുടെ എണ്ണം. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇതാണ് നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നുള്ള അടിസ്ഥാന കാരണം. ഓക്കെ. അപ്പോൾ ആരും കൊലപാതകം പാടില്ല എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് കുറച്ച് പേരെ കൊല്ലണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ എത്ര പേരെ കൊല്ലാൻ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ പേർക്ക് എന്നെ കൊല്ലാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഞാനാണ് ആദ്യം മരിക്കാൻ പോകുന്നത്, അത് ഒരു നിയമമായാൽ. അപ്പോൾ അതുകൊണ്ട് ഈ സാമൂഹികമായിട്ട് പലതും നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ കൊലപാതകമോ കള്ളമോ ഒക്കെ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകുന്നതാണെന്നുണ്ടെങ്കിൽ ഈ സാമൂഹിക സമത്വം അത് സാമ്പത്തികമായിട്ടുള്ളതായിക്കൊള്ളട്ടെ, എന്തെങ്കിലും തരത്തിലുള്ള ജാതി അങ്ങനത്തെ അടിസ്ഥാനത്തിലുള്ളതായിക്കൊള്ളട്ടെ, ആ സമത്വം എന്ന് പറഞ്ഞ ആശയമൊക്കെ ഈ ജനാധിപത്യത്തോടൊപ്പം വികസിച്ച് വന്നതാണ്. അപ്പം മോഡേൺ സൊസൈറ്റിയിൽ ഉണ്ടാകുമ്പോൾ ഇതൊരു സമൂഹത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പതിയെ ഇവോൾവ് ചെയ്ത് വരുന്നത്. ചോദ്യത്തിന് ഞാൻ തർക്കുത്തരമാണ് പറഞ്ഞത്. ഇതിൽ ശരിക്ക് മതത്തിന്റെ മേഖല അല്ല ശാസ്ത്രത്തിന്റെ മേഖല ഇതല്ല എന്ന് ഈ വാദം ഉന്നയിക്കുന്നവർ പറയുന്നത്. ഇതൊക്കെ മതത്തിന്റെയും മൂല്യങ്ങളുടെയും എന്നുള്ള രീതിയിലേക്ക് വരുന്നതാണ്. ഇത് ശാസ്ത്രത്തിൻ്റേത് അല്ലാതാകുന്നതിൻ്റെ കാരണം ഇതിനകത്ത് ഈ ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രസക്തി താരതമ്യേന കുറവാണെന്നുള്ളതാണ്. പക്ഷെ തീർച്ചയായിട്ടും സമത്വം നല്ലതാണ് സമത്വം അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രസീവായിട്ടുള്ള ആശയവും നല്ലതാണെന്ന് നമ്മൾ സാമൂഹികമായി നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരു പ്രത്യേക രണ്ട് സാമൂഹിക പ്രശ്നങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഒരു സാമൂഹിക ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ക്രൈം റേറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മൊത്തത്തിൽ ഒരു നാടിൻ്റെ ആളോഹരി വരുമാനവും അവിടുത്തെ റിലീജിയോസിറ്റിയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ ഹാപ്പിനെസ് ഇൻഡെക്സുമായിട്ടുള്ള ബന്ധം, ഇതൊന്നും മതപരമായിട്ടുള്ള രീതിയിലല്ല മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നമ്മൾ സയൻറ്റിഫിക്കായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ശരി ഏത് തെറ്റേത് എന്ന ചോദ്യത്തിനുള്ള പ്രശ്നം അതൊരു മോറൽ ജഡ്ജ്മെൻ്റാണ്. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല തീരുമാനിക്കുന്നത്, ആളുകളുടെ താല്പര്യങ്ങളും കൂടെ ചേർന്നാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്. അതാണ് ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, എനിക്ക് എന്താണ് വേണ്ടത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ശരിയും തെറ്റും തീരുമാനിക്കുന്നത്. തൽക്കാലം ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാളും തോക്ക് വേണ്ടി കാണിച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയടാ എന്ന് പറയുകയാണ്. ഞാൻ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതാണോ യുക്തി, പറയാതിരിക്കുന്നതാണോ യുക്തി? റാഷണലായിട്ട് എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ജീവനോട് അവിടുന്ന് പോകണം, അതാണ് എൻ്റെ ആവശ്യം. അതാണ് എൻ്റെ ആവശ്യമെങ്കിൽ ഞാൻ പറയേണ്ടത് അള്ളാഹു അക്ബർ, അതാണ് ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി. അങ്ങനെയാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ പ്രശ്നം സയൻസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സയൻസിൻ്റെ ഒരു സ്ട്രോങ് ഏരിയ അല്ല ഇത്തരം മോറൽ ജഡ്ജ്മെന്റ്സ് എന്ന് പറയുന്നതിൻ്റെ കാരണം. അത് ഏകദേശം ശരിയായൊരു പ്രസ്താവനയാണത്. ഇനി സാം ഹാരിസ് പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാം. ഈ ശാസ്ത്രമായാലും മതമായാലും ഒരൊറ്റ കാര്യത്തിനായാണ് പ്രവർത്തിക്കുന്നതെന്ന് പുള്ളി പറയുന്നു. മിനിമൈസിങ് സഫറിങ്, മാക്സിമൈസിങ് ഹാപ്പിനെസ്. അതായത് മനുഷ്യരുടെ സന്തോഷം എങ്ങനെ കൂട്ടാം, ദുരിതം എങ്ങനെ കുറയ്ക്കാം. സയൻസിന് അങ്ങനെ ലക്ഷ്യമുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ സയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമൈസിങ് ഹാപ്പിനെസ് ആണെന്ന് നമുക്കറിയാൻ കഴിയും. പല കാര്യങ്ങളും ചെയ്ത് നമുക്കുള്ള എഫക്റ്റീവ് അങ്ങനെയാണ് വരുന്നത്. മതങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ, മാക്സിമൈസിങ് ഹാപ്പിനെസ്? മതങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മതങ്ങളും മനുഷ്യരാണല്ലോ മതങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. മതങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നവർക്കും ആവശ്യമുള്ളൊരു സാധനമാണ് ഈ സന്തോഷം.
അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മതങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നത്. സയൻസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ശ്രമമൊന്നും സയൻസ് നടത്തുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. കാരണം അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ല. പക്ഷേ സന്തോഷം ഉറപ്പിക്കാൻ മതങ്ങളെക്കാൾ കൂടുതൽ കഴിയുന്നത് സയൻസിനാണ്. ആ ടൂൾ ഉപയോഗിച്ചാണ് സയൻസിനാണ് നമുക്ക് നമ്മുടെ എഫേർട്ട് കുറയ്ക്കാനും നമ്മളുടെ അനാരോഗ്യത്തിന് ചികിത്സ ചെയ്ത് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനൊക്കെയുള്ള സാധ്യതകൾ സയൻസിനുള്ളത് കൊണ്ട് അത് അടിസ്ഥാനപരമായിട്ട് എന്താണ് ചെയ്യുന്നത്? അത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സന്തോഷം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ സന്തോഷമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്ന് വെച്ചാൽ, സയൻസിന് സന്തോഷത്തെ നിർവചിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ചിലർ ഉന്നയിക്കേണ്ടത്. അതായത് സന്തോഷത്തിൻ്റെ ഒരു അളവുകോൽ എന്താ? ഇപ്പോൾ നമ്മളിപ്പോൾ കേരളയിൽ വന്നാൽ ദൂരയാത്രക്കാർക്ക് അത് ഗുണമാവും, പക്ഷേ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അത് ദുരിതമാവും. ഇത് നമ്മളെങ്ങനെ താരതമ്യപ്പെടുത്തും? എന്താണ് ഈ സന്തോഷത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഒരു അളവുകോൽ? ഇത് ഇതൊക്കെ ഒരു ദാർശനികമായ ചോദ്യങ്ങളായിട്ട് വരുന്ന സയൻസ് കമ്മ്യൂണിറ്റിക്ക് മുമ്പായാണ് ഇതിൻ്റെയൊക്കെ എല്ലാ ചോദ്യങ്ങളും വരുന്നതാണ് പ്രത്യേകത. അതെ, അങ്ങനെ നമ്മൾ ജീവിതത്തിൽ നമ്മളൊരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴേ അതിൽ സയൻസ് പ്രശ്നം, സാമ്പത്തിക പ്രശ്നം അങ്ങനെയല്ലല്ലോ നമ്മൾ പരിഹരിക്കുന്നത്. നമ്മുടെ ഒരു പ്രശ്നമാണല്ലോ നമ്മൾ പരിഹരിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ നമുക്ക് ഏത് വിഷയമാണ് കൂടുതൽ പ്രസക്തം നോക്കിയിട്ട് ആ വിഷയത്തിലെ അറിവ് ഉപയോഗിക്കാം. അതാണ് ഞാൻ വ്യക്തിപരമായിട്ട് പിന്തുടരുന്നൊരു രീതി എന്ന് പറയുന്നത്. അപ്പം ഈ സന്തോഷത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നതിനകത്തുള്ള പ്രശ്നം, സയൻസിൻ്റെ അടിസ്ഥാന ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞു, അത് ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒബ്ജക്റ്റീവായിട്ടൊരു ഫീലിംഗേ അല്ല. ഇപ്പോൾ പണ്ട് എനിക്കിട്ട് തല്ലിയ ഒരാൾ ഒരു പെണ്ണ് കേസിൽ അകത്ത് പോകുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും. അതെൻ്റെ നീതിബോധമൊന്നുമല്ല, അതായത് പെണ്ണ് കേസിനോടുള്ള എൻ്റെ നീതിബോധമല്ല, പണ്ട് എനിക്ക് കിട്ടിയ തല്ലാണ് എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. അപ്പം ഈ രീതിയിൽ കോംപ്ലക്സ് ആണ്. എൻ്റെ മസ്തിഷ്കം ചുറ്റുപാടുകളിൽ നിന്നും ഈ സിഗ്നൽ റിസീവ് ചെയ്യുന്നു. അതിൽ എൻ്റെ നിലനിൽപ്പിന് അനുകൂലമായതെന്ന് എൻ്റെ മസ്തിഷ്കം ജഡ്ജ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ സന്തോഷിപ്പിക്കും. ഭീഷണിയാകുന്നത് എന്ന് കരുതുന്ന കാര്യങ്ങൾ എനിക്ക് ദുഃഖം ഉണ്ടാക്കും, ടെൻഷൻ ഉണ്ടാക്കും. ഇത് രണ്ടുമല്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഇഗ്നോർ ചെയ്യും. ഇപ്പം നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ടിൽ തുടർച്ചയായിട്ടൊരു എന്തെങ്കിലും ഒരു ശബ്ദം, ഒരു വെള്ളം തുള്ളി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വെച്ചോളൂ. അതെനിക്ക് ഭീഷണിയുമല്ല, അതെനിക്ക് സന്തോഷമല്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് കേൾക്കാതാവും. കാരണം നമ്മുടെ ബ്രെയിൻ അതിനെ അങ്ങ് ഇഗ്നോർ ചെയ്യും. പക്ഷെ നേരെ മറിച്ച് നമ്മളുമായിട്ട് ശത്രുതയുള്ള ഒരാളുടെ ശബ്ദം, അയാൾ അവിടെ വേറെ ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അപ്പുറത്തുനിന്ന് ഞാൻ കേൾക്കുകയാണ്, എൻ്റെ ബ്രെയിൻ പതിയെ അങ്ങോട്ട് തിരിയും. മറ്റവൻ വന്നിട്ടുണ്ട്, അപ്പം ഞാൻ പ്രിപ്പയർ ആവും. ഞാൻ ഫേസ് ടു ഫേസ് കാണേണ്ടി വന്നാൽ എന്ത് ചെയ്യും, അവൻ എന്തെങ്കിലും ചൊറി വർത്തമാനം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ഒഴിവാണ്, ഇങ്ങനെ ആലോചിച്ചു. അതായത് എൻ്റെ നമ്മുടെ അതിജീവനത്തിന് ഗുണമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയോളജിക്കലി നമുക്ക് പറയാം ഒരു വാക്കാണെന്ന് തോന്നുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ എല്ലാം മനുഷ്യൻ്റെ അതിജീവനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ആളുകൾ എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എനിക്ക് ഗുണം ചെയ്യും, കാരണം എനിക്ക് നല്ല ഇണയെ കിട്ടും. അപ്പം ബയോളജിക്കലി എനിക്ക് കൂടുതൽ ബെറ്റർ റീപ്രൊഡക്റ്റീവ് പോസിബിലിറ്റീസ് ഉണ്ടാകും. എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് അതായത് മനുഷ്യൻ സമൂഹ ജീവിയായിട്ട് വളർന്ന ആളാണ്. അപ്പം അതിജീവനത്തിന് ഗുണം ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും പ്യുവർലി ഒരു ബയോളജിക്കൽ സെൻസിൽ ഫുഡും ഷെൽട്ടറും മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ പല ലെവലിലുള്ള നീഡുകളാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രെയിൻ ഈ സന്തോഷം, പ്ലഷർ ജനറേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പം റിവാർഡ് സെൻറ്റേഴ്സ് എന്ന് പറയുന്ന ബ്രെയിനിലെ മെക്കാനിസങ്ങളുണ്ട്. അതായത് ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ റിവാർഡ് സെൻറ്റേഴ്സാണ് ആക്ടിവേറ്റഡ് ആകുന്നതെങ്കിൽ അത് പിന്നെയും ചെയ്യാനുള്ള ടെൻഡൻസി എനിക്കുണ്ടാവും. അതിപ്പോൾ ഞാൻ വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നത് ഇതേ സെൻറ്റേഴ്സിനാണ് അട്രാക്ട് ചെയ്യുന്നത്. എനിക്ക് പ്രണയമുള്ള ഒരാളെ കാണുമ്പോഴും ഈ റിവാർഡ് സെൻറ്റേഴ്സാണ് ആക്റ്റീവ് ആകുന്നത്. ഇങ്ങനെ ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ ഇരുന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഭയങ്കരമായിട്ട് അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അതും ഈ റിവാർഡ് സെൻറ്റേഴ്സ്. അപ്പോൾ എനിക്ക് നാളെ പിന്നെ അത് ചെയ്യാനോ അങ്ങനെ ചെയ്യാനുള്ള സാധ്യതകൾ കൂടും. മറിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഇൻഹിബിറ്ററി മെക്കാനിസമാണ് വർക്ക് ചെയ്യുക, അത് ചെയ്യരുത്. അപ്പോൾ അത് ചിലപ്പം നാളെ ഞാൻ ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് പഠിക്കുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് തെന്നി ബൈക്കിൽ നിന്ന് വീണു, ബൈക്കിൽ പിന്നെ കയറാൻ എൻ്റെ ബ്രെയിൻ പറ്റില്ല എന്നാണ് പറയുന്നത്, വേണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ മോട്ടിവേഷനാണ് എനിക്ക് എന്താണ് വേണ്ടത്, അതിൽ എൻ്റെ പേഴ്സണൽ മേക്കപ്പിനൊരു റോളുണ്ട്. അപ്പോൾ ചില ആളുകൾ ഇപ്പം നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ മുഖം കറുപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചില ആളുകൾ അങ്ങ് വിഷമിക്കും, എന്താണോ എന്തോ സാർ എന്നെ നോക്കി അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ കുട്ടികളുടെ ഇടയിലുണ്ട്, ടീച്ചേഴ്സിൻ്റെ മുഖം മാറിക്കഴിഞ്ഞാൽ ഞാൻ എന്തോ മോശം ചെയ്തിട്ട് ടീച്ചർ എന്നോട് ദേഷ്യം കാണിക്കുന്നതാണ്, ആ കുട്ടി അത് ആലോചിച്ചുകൊണ്ടിരിക്കും. ചില കുട്ടികൾ മൈൻഡ് ചെയ്യാനില്ല, ചീത്ത വിളിച്ചാലും അവർ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് അവരെ ഇറങ്ങിപ്പോകും. കാരണം ഇത് ഇൻഡിവിജ്വൽ മേക്കപ്പാണ്. ഒരേ കാര്യങ്ങളോട് മനുഷ്യർ പ്രതികരിക്കുന്നത് നേരത്തെ പറഞ്ഞ അവർ ആസ് എ പേഴ്സൺ അവരെങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, അവരുടെ ചോയ്സസ് എന്തൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സന്തോഷത്തെക്കുറിച്ച് നമുക്ക് യൂണിവേഴ്സലി ഒന്നും പറയാൻ പറ്റാത്തത്. ഇപ്പോൾ യൂണിവേഴ്സലി സന്തോഷം തരുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ബേസിക് നീഡ്സ്, അതല്ല നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. ആരും വേറൊരാൾ പുകഴ്ത്തുന്നതിനോട്
അവർക്ക് സന്തോഷമില്ലാതിരിക്കില്ല. ഇപ്പം എന്നെ നോക്കി ഒരാൾ വെറുതെ പൊക്കുകയാണെന്ന് എനിക്കറിയാം, പക്ഷേ അത് കേട്ടിട്ട് എനിക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. എനിക്കറിയാം വെറുതെയാണ്, കാര്യം നേടാൻ പോവുകയാണ്, ഇപ്പം അടുത്ത ആവശ്യം വരും, പൈസ കടം ചോദിക്കാനാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊരു ആവശ്യത്തിനാണ്. പക്ഷെ അതാണ് ഈ ബിസിനസ് പീപ്പിളൊക്കെ, അവർ ഈ സെയിൽസ്മാൻമാരൊക്കെ ഉപയോഗിക്കുന്നതാണ്. സാറിനെ പോലെ നല്ല കുലീനരായിട്ടുള്ള ആളുകൾക്ക് ഇത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ചിലപ്പോൾ ഞാനിത് വാങ്ങും. ഇത് ഈ വീക്ക്നെസ് അവിടെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഹാപ്പിനെസ്സിന് അളക്കാൻ പറ്റില്ല. ഹാപ്പിനെസ്സിന് ഹാപ്പിനെസ് എങ്ങനെ ഉണ്ടാവുന്നു, തലച്ചോറിൽ ആ സമയത്ത് നടക്കുന്ന ഹോർമോൺ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ന്യൂറോൺ തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശദീകരിക്കാൻ പറ്റും. അത് പറ്റും. അതുണ്ടാക്കുന്ന ഇഫക്റ്റ്, അയാളുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന പ്ലഷർ എന്ന് പറയുന്ന ഫീൽ, അത് സബ്ജക്റ്റീവാണ്. അതാണ് ആ വാക്കിന്റെ അങ്ങനെ നമ്മൾ പറയുന്നത്. സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ സയൻസിന് ഒന്നും ചെയ്യാനില്ല. ഏറ്റവും നല്ല നിറം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പച്ചയാണോ നീലയാണോ നല്ല നിറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസിൽ ഉത്തരവില്ല. പക്ഷേ പച്ചയുടെ ഫ്രീക്വൻസി ആണോ നീലയുടെ ഫ്രീക്വൻസി ആണോ കൂടുതൽ എന്ന് വെച്ചാൽ പറയാം. കറക്റ്റ്. ഇനി നമുക്ക് ഈ ശാസ്ത്രവും മതവും തമ്മിൽ ഉള്ള ഒരു, ഇപ്പോൾ നമ്മൾ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നതിലധികം അതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പറയണം. ശാസ്ത്രവും മതവും തമ്മിൽ ദുഷ്മൻ ആണെന്നാണ് ഒരു പൊതുവെയുള്ള ധാരണ. യുവാൽ ഹരാരിയുടെ വീണ്ടും അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചു, അത് എനിക്ക് ഒന്ന് ചോദിക്കാതെ വയ്യ, അതുകൊണ്ട് ചോദിക്കണേ. അത് ഞാൻ ആളെ എഴുതിയത് വായിക്കാം. ശാസ്ത്ര വിപ്ലവം തുടങ്ങുന്ന കാലത്ത് മതഭ്രാന്തന്മാരാണ് ലണ്ടനും പാരീസും ഒക്കെ ഭരിച്ചിരുന്നത്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അവർ നാട് കടത്തിയിരുന്നു. മതവിരോധികളെ മൊത്തത്തിൽ ചുട്ടു ചാമ്പലാക്കിയിരുന്നു. പൂച്ചയെ വളർത്തുന്ന പ്രായമുള്ള സ്ത്രീകളെ ദുർമന്ത്രവാദിനിയായി മുദ്ര കുത്തിയിരുന്നു. ഓരോ വെളുത്ത വാവിനും അവർ ഓരോ യുദ്ധങ്ങൾ തുടങ്ങി വെച്ചു. എന്നാൽ അക്കാലത്ത് ഈജിപ്തിലും തുർക്കിയിലും സഹിഷ്ണുതയുള്ള നഗരങ്ങളായിരുന്നു. എന്നിട്ടും ശാസ്ത്രവിപ്ലവം തുടങ്ങിയത് കൈറോയിലുമല്ല, ഇസ്താംബൂളിലുമല്ല, ലണ്ടനിലും പാരീസിലുമാണ്. പോയിന്റ് മനസ്സിലായി? ഇത് ശാസ്ത്രവും മതവും തമ്മിൽ അങ്ങനെ ദുഷ്മനാണെങ്കിൽ എങ്ങനെ മതം ഏറ്റവും കടുപ്പത്തിൽ തീവ്രമായി നിലനിരുന്ന സ്ഥലങ്ങളിൽ ഇത് ശാസ്ത്രവിപ്ലവം തുടങ്ങിയെന്നാണ് ചോദിക്കുന്നത്. അതെന്താണ് അതിൻ്റെ ഒരു സാഹചര്യം? അത് ഹരാരി അത് ഏത് കോണ്ടെക്സ്റ്റിൽ പറയുന്നു, ഹരാരിയുടെ മനസ്സിലുള്ള സംഗതി എന്താണെന്ന് എനിക്ക് അറിയില്ല. അല്ല, ഹരാരി ഹിസ്റ്റോറിയനാണ്. ഞാൻ പറഞ്ഞത് ഈ മതവും സയൻസും തമ്മിൽ ഈ ചകട വരുന്നതിന് ഇപ്പോൾ എനിക്കറിയാവുന്ന മതവിശ്വാസികളെല്ലാം അവരാരും സയൻസ് മോശമാണെന്നോ സയൻസ് എന്തെങ്കിലും ദോഷം ചെയ്യണമെന്നോ പറയുന്നില്ല എന്ന് മാത്രമല്ല, സയൻസിനെ വല്ലാതെ പുകഴ്ത്തുന്നവരാണ്. അവർക്കൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ, അവർ പുകഴ്ത്തുന്ന ഈ സയൻസ് അവരുടെ വിശ്വാസത്തിൽ ഇടപെടാൻ അവർ സമ്മതിക്കില്ല. അതെന്ന് അതൊരു വൈകാരിക പ്രശ്നമായിട്ട് അവർ വെച്ചേക്കുകയാണ്. അത് വൈകാരിക പ്രശ്നമാകുന്ന പല രീതിയിലാണ്. ഒന്ന്, ഇപ്പോൾ ആ വിശ്വാസം കൊണ്ട് ആസ് എ പേഴ്സൺ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആശ്വാസം അവർ കണ്ടുപിടിക്കുന്നുണ്ടാവും. പിന്നെ ചിലപ്പോൾ ഗുണം തന്നെ ഉണ്ടാവും. ഇപ്പോൾ മതവിശ്വാസം, ഇപ്പോൾ ഉത്സവപ്പറമ്പിൽ വെടിക്കെട്ട് നടത്തുന്ന ആളിന് അയാൾ യുക്തിവാദിയാണെങ്കിലും അയാൾക്ക് മതവിശ്വാസം ഇഷ്ടമായിരിക്കും. കാരണം വെടിക്കെട്ട് വരണമെങ്കിൽ കാര്യം നടക്കണം. അപ്പം ആ പല ആളുകൾക്ക് അതിനോടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ പല രീതിയിൽ മാറാം. ഞാൻ പക്ഷേ പോയിന്റ് ചെയ്യുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഈ ഹരാരി പറഞ്ഞതുപോലെ മതവിശ്വാസം കൊടുമ്പിരി കൊണ്ട സ്ഥലങ്ങളിൽ സയൻസ് ഇവോൾവ് ചെയ്യുകയും അത്ര പ്രശ്നങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ അത് വരാതിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ വലിയ ക്രൈസിസുകളാണ് ഇത്തരം ഈ പാരഡൈം ഷിഫ്റ്റുകൾ ഉണ്ടാക്കുന്നത്. അതായത് ഭൂരിഭാഗം മനുഷ്യരും ഭയങ്കര ഇനർട്ടാണ്. എല്ലാ ജീവികളും അങ്ങനെയാണ്. അത് അൺലെസ് ദർ ഈസ് എ നീഡ് ടു ആക്ട്, ഇഗ്നോർ. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ച സ്വാതന്ത്ര്യ സമരം, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയ പിക്ചർ എന്ന് പറയുന്നത്, ഈ ബ്രിട്ടീഷുകാർ ഇങ്ങനെ വന്ന് ഈ ഇന്ത്യക്കാരെ മുഴുവൻ ഇങ്ങനെ അടക്കി ഭരിക്കുകയും ചുമ്മാ ഇന്ത്യക്കാരെ തല്ലുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുക. അതാണ് ഭയങ്കര ഭീകരന്മാരായിരുന്നു ഇവർ. അപ്പോൾ ഇന്ത്യക്കാരെല്ലാം കൂടെ ഒത്തുചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ കാട്ടക്കി ഫൈറ്റ് ചെയ്ത് ബ്രിട്ടീഷുകാരെ നമ്മൾ ഓടിച്ച് കുറച്ച് സമയം എടുത്താലും നമ്മളത് ചെയ്തു. അപ്പോൾ മഹാത്മാഗാന്ധിയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വിജയ്, ബാക്കിൽ നിന്ന് സപ്പോർട്ടിങ് ആക്ടേഴ്സ്. ഇങ്ങനെ ഒരു പിക്ചറാണ് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഈ പിക്ചർ പൊളിയുന്നത് അധികം താമസിയാതെ എൻ്റെ മനസ്സിൽ പൊളിയാൻ കാരണം, ഞാൻ എൻ്റെ അമ്മൂമ്മയോട് ചോദിച്ചു. കാരണം അമ്മൂമ്മയുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യ സമരം കിടക്കുമ്പോൾ അമ്മ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ അമ്മ ചോദിച്ചു, അമ്മ സ്വാതന്ത്ര്യ സമരത്തിൽ, അതായത് അവിടുത്തെ സ്കൂളിലെ 7ാം ക്ലാസ്സിലോ മറ്റോ ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഞങ്ങളുടെ നാട്ടിലൊരു കേശവൻ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനി. അപ്പോൾ അവിടെ ഏത് പരിപാടി ഉണ്ടെങ്കിലും അപ്പൂപ്പനെ നമ്മൾ സ്ഥിരം കാണും. അപ്പൂപ്പനെ എല്ലാവരും വിളിച്ചുകൊണ്ടിരും. അപ്പൂപ്പനൊന്നും ചെവി കേൾക്കത്തില്ല, അത്രയും പ്രായമുണ്ട്. പുള്ളി ഇങ്ങനെ നമ്മൾ പറയുന്നത് കേട്ട് നമ്മുടെ അടുത്ത് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ട് പോകും. അപ്പോൾ എനിക്കൊരു സംശയം, കേശവൻ അപ്പൂപ്പൻ്റെ ഏതാണ്ട് അടുത്ത പ്രായമുണ്ട് എൻ്റെ അമ്മൂമ്മയ്ക്ക്. ഇത്രയും മീറ്റിങ്ങുകളിൽ ഈ കേശവൻ അപ്പൂപ്പനെ വിളിക്കുകയും എൻ്റെ അമ്മൂമ്മയെ വിളിക്കാതിരിക്കുകയും ചെയ്യുന്നു.
അപ്പം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇന്ത്യക്കാർ മുഴുവൻ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്നതാണല്ലോ നമ്മൾ കേട്ടുള്ളത്. എൻ്റെ അമ്മൂമ്മയുടെ സ്വാതന്ത്ര്യ സമര അനുഭവം ഒന്ന് ചോദിക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പം അമ്മ പറഞ്ഞു, കോൺഗ്രസ്സുകാർ ഇവിടെ കുറേ കൊടിയൊക്കെ പിടിച്ച് നടക്കുന്നുണ്ടല്ലോ, എനിക്ക് വേറൊന്നും തോന്നിയില്ല. അപ്പോൾ ഈ രാജഭരണം അവസാനിച്ച് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ ജനാധിപത്യ ഭരണമൊക്കെ ആയെന്നല്ലേ പറയുന്നത്. എന്തോ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ചവല്ല. അപ്പോൾ ഇതല്ല മെനു എന്ന് പറഞ്ഞ പോലെ, ഇതല്ല നമ്മൾ വിചാരിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സമരം ഇങ്ങനെയൊന്നും അല്ല പറയുക. ഭൂരിഭാഗം ആളുകൾ ഇത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ടാക്സ് അടയ്ക്കുന്ന സ്ഥലം മാറി, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് എവിടേക്കാണ് പൈസ പോകുന്നതെന്നുള്ളത് മാറി. ഇത്ര സംഭവിച്ചിട്ടുള്ളൂ. അപ്പം അൺലെസ് ദർ ഈസ് എൻ ഇമ്മീഡിയറ്റ് നീഡ് ടു ആക്ട്, അപ്പോൾ ആളുകൾ ആ സിസ്റ്റത്തിൽ ഇങ്ങനെ പൊരുത്തപ്പെട്ടു പോകും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു നേതാക്കളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാം ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മിക്കവാറും അടിയന്തരാവസ്ഥയായിരിക്കും. അതിന് മുമ്പത്തെ കുറച്ച് സീനിയർ ലെവൽ ആൾക്കാരുടെ നേതാക്കൾ നോക്കിയാൽ അവർ സ്വാതന്ത്ര്യ സമരമായിരിക്കും. ഈ രണ്ട് ക്രൈസിസുകളാണ് രണ്ട് തലമുറ നേതാക്കളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത നേതാക്കൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊരു കട്ട ക്രൈസിസിലൂടെ പോകേണ്ടി വരും. കാരണം ആളുകൾ പ്രശ്നങ്ങൾ കാര്യമായി ബാധിക്കാത്ത, അതിനു മുമ്പ് നമ്മൾ ഗ്ലോബൽ പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് വാഴ്സ് വലിയ ലീഡേഴ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആഗോള സാമ്പത്തിക പ്രശ്നങ്ങൾ വലിയ പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് ഉണ്ടാക്കുക, അതിന് ലീഡർഷിപ്പ് ഉണ്ടായി വരികയും ചെയ്യും. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കലുഷിതമാകുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ യങ് ലീഡേഴ്സ്, നമ്മളിപ്പോൾ പറയുമല്ലോ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയ ബോധമില്ല, ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൽ താല്പര്യം കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യം അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടില്ല. നേരെ മറിച്ച് ജോലിയില്ല, പട്ടിണിയാണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം പീപ്പിൾ വിൽ ഫീൽ ദ നീഡ് ടു ആക്ട്. അപ്പോൾ ഈ മതം എന്ന് പറയുന്നൊരു സംഗതി മനുഷ്യൻ്റെ പുരോഗതിയെ തടഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു രീതിയിലും രോഗങ്ങൾ, പട്ടിണി മരണങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ വാട്ട് ഈസ് റോങ് എന്ന ക്വസ്റ്റ്യൻ ആളുകൾ സീരിയസ് ആയിട്ട് ആലോചിക്കാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൈസിസ് നടക്കുന്ന സ്ഥലങ്ങളിൽ സയൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എൻ്റെ അടുത്ത് തോന്നുന്നത്. അങ്ങനെയാണ് ശരിക്കും പറയേണ്ടത് പുള്ളി, അല്ലേ? ശരിക്കും. പക്ഷെ അതിന് കാരണം ഒരു പക്ഷേ ഇതാകാമെന്നാണ് എൻ്റെ ഒരു. പക്ഷെ പുള്ളി പറയുന്നത് ഈ മതവും ശാസ്ത്രവും എന്നും കിടപ്പറയിൽ നല്ല പങ്കാളികളായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. അതിന് കാരണം പുള്ളി പറയുന്നത് അതെങ്ങനെയാണ് അത് പറ്റുന്നതെന്ന് വെച്ചാൽ, പുള്ളി എഴുതിയത് ക്രമത്തിലാണ് മതത്തിന് താല്പര്യം, ക്രമം കൊണ്ടുതാണ്. അതായത് സാമൂഹ്യ വ്യവസ്ഥയെ നിലനിർത്തണം. ശാസ്ത്രത്തിൻ്റെ താല്പര്യം ശക്തിയിലാണ്. ഗവേഷണത്തിലൂടെ രോഗം ശമിപ്പിക്കാനും യുദ്ധം ചെയ്യാനും ആഹാരം ഉൽപ്പാദിപ്പിക്കാനുള്ള ശക്തി നേടുകയാണ് ഈ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം. വ്യക്തികളെന്ന നിലയ്ക്ക് ചില ശാസ്ത്രജ്ഞരും പുരോഹിതന്മാരൊക്കെ സത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കും, സത്യം എന്ന മൂല്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് മതത്തിന് അല്ലെങ്കിൽ ശാസ്ത്രത്തിന് ഈ പറഞ്ഞ താല്പര്യങ്ങളൊന്നുമില്ല. മതത്തിന് ക്രമം നിലനിർത്തണമെന്നും സയൻസിന് ശക്തി സംഭരിക്കണമെന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് സത്യത്തെ സംബന്ധിച്ചുള്ള വ്യാകുലതകൾ അവർക്കില്ലാത്തതിനാൽ ആണ് അവർ കിടപ്പറയിൽ നല്ല പങ്കാളികളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുള്ളി പറഞ്ഞത്. അല്ല, ആ വായനയോട് എനിക്ക് യോജിപ്പില്ല. അത് മതത്തിന് ക്രമത്തോടാണ് താല്പര്യം എന്ന് പറയുന്നത്. മതം ഉണ്ടാക്കി നിർത്തുന്ന ക്രമത്തെ അങ്ങനെ നിർത്താനാണ് താല്പര്യം. സയൻസിനും ക്രമത്തിലാണ് താല്പര്യം, പക്ഷേ പ്രകൃതിയിൽ നിലവിലുള്ള ക്രമം കണ്ടുപിടിക്കാനാണ് സയൻസിൻ്റെ താല്പര്യം. ഇത് രണ്ടും തമ്മിൽ മാച്ചാവില്ല. മതത്തിൻ്റെ ഒരു ക്രമം ഉണ്ടാക്കണം. അവിടെ പോപ്പ് തന്നെയാണ്. അപ്പം സയൻസിൽ അങ്ങനെ ഒരു പോപ്പില്ലല്ലോ. അപ്പം അവർ നല്ല പങ്കാളികളാകുന്നതിൻ്റെ കാരണം ആണെങ്കിൽ, അങ്ങനെ ഒരു വായിച്ചതിന് കാരണം സയൻസിന് ഇപ്പം ചില ആളുകളുണ്ട്, അവരെക്കുറിച്ചുള്ളൊരു റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അവർ ആരുടെ കൂടെ യോജിച്ച് പോകും. വേറെ ചില ആൾക്കാർ അത് ശരിയാകത്തില്ല, ഇത് അമ്പിനും വില്ലിനും അടുക്കത്തില്ല എന്ന് പറയും. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര സ്ട്രോങ് കൺവിക്ഷൻസ് ഉള്ള ആളുകൾക്ക് വേറൊരു സ്ട്രോങ് കൺവിക്ഷനുമായിട്ട് യോജിക്കാൻ പാടാണ്. കൺവിക്ഷൻസേ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പം നിങ്ങളൊരു കനത്ത ജനാധിപത്യ പുരോഗമന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഒരാൾ തുടർച്ചയായി സ്ത്രീവിരുദ്ധ തമാശകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആ കമ്പനി അങ്ങ് വിടും. നിങ്ങൾക്കിങ്ങനെ പുരോഗമനവും ഇല്ല, സ്ത്രീവിരുദ്ധതയും ഇല്ല. നമുക്ക് പുരോഗമനവും നിങ്ങൾ ആസ്വദിക്കും, ഇതും ആസ്വദിക്കും. അപ്പം സയൻസിൻ്റെ പ്രശ്നം, സയൻസിന് ഇങ്ങനത്തെ വാല്യൂ കൺസേൺസ് ഇല്ല. മതത്തിന് മാത്രമേ അതുള്ളൂ. നമുക്കെപ്പോഴും വേറൊരാൾ അഹങ്കാരിയാകുന്നത് ഇഷ്ടപ്പെടാത്തത് നമുക്കിച്ചിരി അഹങ്കാരം ഉള്ളപ്പോഴാണ്. കാരണം അവൻ എൻ്റെ ഈഗോയെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ആ ഈഗോ എനിക്ക് സഹിക്കില്ല. എനിക്കങ്ങനത്തെ വലിയ ഈഗോ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ഈഗോ ഉള്ള നല്ല മനുഷ്യനില്ലേ ഇച്ചിരി ഈഗോ ഒക്കെ കാണിച്ചോട്ടെ. അതങ്ങനെയാണ്. അതായത് അദ്ദേഹം ഇച്ചിരി അഹങ്കരിച്ചാൽ എന്താ എന്ന് ചോദിക്കും. അപ്പൊ എന്റെ അഹങ്കാരത്തെ അത് ബാധിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഒരു വേദിയിൽ വരികയും പുള്ളി എൻ്റെ മുകളിൽ ഇച്ചിരി അഹങ്കാരം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ അഹങ്കാരം ഹർട്ടാവാൻ തുടങ്ങും. അവിടെ സയൻസിന് ഈ പ്രശ്നമില്ല. ഇങ്ങനത്തെ വാശി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ സയൻസ് ഡസൻറ്റ് ബോദർ വാട്ട് യു ബിലീവ്.
നിങ്ങൾ തേങ്ങ അടിച്ചിട്ടാണോ കുമ്പസരിച്ചിട്ടാണോ വരുന്നതെന്ന് അറിഞ്ഞിട്ടല്ല സയൻസിൻ്റെ റോക്കറ്റ് പൊങ്ങുന്നത്. അതിന് വേറെ പ്രശ്നങ്ങൾ, അതെല്ലാം ചെയ്താൽ മതി. അത് പ്രാർത്ഥിച്ചിട്ട് പോയാലും പ്രാർത്ഥിക്കാതെ പോയാലും പഠിച്ചാലേ ജയിക്കും. അപ്പം പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാലും ജയിക്കും. അത് സയൻസിന് വാശിയൊന്നുമില്ല. നിങ്ങൾ നീ പ്രാർത്ഥിച്ചിട്ടാണോ വന്നതല്ലേ, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി വർക്ക് ചെയ്യില്ല. ഇല്ല, വേണമെങ്കിൽ വെഞ്ചരിക്കാം, എല്ലാണ്ടാവും. നമ്മൾ ചെയ്യുന്ന പണി അവിടെ ചെയ്യാം. അത് കൃത്യമായിട്ട് ആ നിയമങ്ങൾ പാലിച്ചതിന്റെ കാര്യങ്ങൾ ചെയ്യണം. അതാ സയൻസ് ഇങ്ങനെ ആരുമായിട്ട് യോജിച്ച് പോകുന്നതുകൊണ്ടാണ് മതവുമായിട്ട് യോജിക്കുന്നത്. ഇനി ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കുള്ളൂ. പക്ഷെ അതിനു മുമ്പ് എല്ലാ ആളുകൾക്കും നിങ്ങൾക്ക് ഇപ്പോൾ വൈശാഖൻ തമ്പിയെ നമുക്കങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരാളല്ല. അദ്ദേഹത്തിനോട് സയൻസുമായി സംബന്ധിച്ച എന്തെങ്കിലും ചോദിക്കേണ്ട ഒരു അവസരം കൂടിയാണ്. അപ്പം ഞാനിപ്പോൾ അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ എഴുതി തന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ അത് ഉറന്നു ചോദിച്ചാലും മതിയാവൂല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഞങ്ങൾ മാത്രം പറയുന്നത് കേട്ടിരുന്നാൽ പോരല്ലോ, കുറച്ച്. അപ്പോൾ ഞങ്ങൾ ആഗസ്റ്റ് 18 ഈ സയൻസ് പഠിച്ചാൽ യുക്തിവാദിയാകുമോ എന്ന ഒരു ജനപ്രിയ വിഷയം വെച്ച് ചർച്ച ചെയ്തു. അപ്പോൾ എന്തോ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഡോക്ടർ സാബു ജോസ് പറയുകയുണ്ടായി, മഹാവിസ്ഫോടനം അഥവാ പ്രപഞ്ച വികാസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്ന സംഭവം അത് സംഭവിക്കാൻ സാധ്യത കുറവാണ്. പ്ലാങ്ക് ലെങ്ത്തിനേക്കാൾ കുറഞ്ഞ ഒരവസ്ഥ ഒരിക്കലും ശരിയാകില്ല. അതുകൊണ്ട് ബിഗ് ബാങ് ഒരു പക്ഷെ തിരുത്തി എഴുതപ്പെട്ടേക്കാം. അത്തരം ഒരു സംഭവം സയൻസിൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്താണെന്നൊക്കെ അറിയേണ്ടത്. അത് വളരെ ഡിബേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ ഇന്ന് ബിഗ് ബാങ് തിയറിയാണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്ന സിദ്ധാന്തമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത്. ബിഗ് ബാങ് തിയറിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇന്നും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ചില പ്രോബ്ലങ്ങൾ അതിനകത്തുണ്ട് താനും. എന്നാൽ അതേസമയം പ്രപഞ്ചത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന വലിയ സ്കെയിലിൽ കാണുന്ന ഭൂരിഭാഗം ഒബ്സർവേഷൻസിനെയും വിശദീകരിക്കാൻ ബിഗ് ബാങ് തിയറിക്കാണ് പറ്റുന്നത്. അതുകൊണ്ടാണ് ബിഗ് ബാങ് തിയറിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കോസ്മോളജിയെ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്മോളജി എന്നാണ് പൊതുവെ ഇന്ന് സയൻസിൽ വിളിക്കുന്നത്. നോൺ സ്റ്റാൻഡേർഡ് കോസ്മോളജിയും ഉണ്ട്. അതായത് ഒരു ബിഗ് ബാങ് ഇല്ലാതെ ഈ പ്രപഞ്ചം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്. അപ്പോൾ അത് പൊതുവിൽ പറഞ്ഞ പോലെ അതിലും ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ നമ്മളാരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അന്ന് നമുക്ക് ഡേറ്റയൊന്നും എടുക്കാൻ റെക്കോർഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ വെച്ച് പിന്നിലേക്ക് വായിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്, നമുക്ക് കിട്ടാത്ത കുറേ ഇൻഫർമേഷനുണ്ട്. അപ്പോൾ ബിഗ് ബാങ് തിയറിയിൽ നിലനിൽക്കുന്ന ചില ഗ്യാപ്പുകളെ ഫില്ല് ചെയ്യാൻ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ബിഗ് ബാങ് തന്നെ ഒഴിവാക്കി വേറൊരു അങ്ങനെ ശ്രമിക്കുന്നവരുണ്ട്. അതാണ് നമ്മൾ നോൺ സ്റ്റാൻഡേർഡ് കോസ്മോളജി എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിഗ് ബാങ്ങിൽ ഇപ്പോൾ ഒരു പ്രശ്നം പറഞ്ഞാൽ ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന സൂക്ഷ്മതലത്തിൽ എങ്ങനെയാണ് വസ്തുക്കൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സിദ്ധാന്തവും സ്ഥൂലതലത്തിൽ ജനറൽ റിലേറ്റിവിറ്റി എന്ന് പറയുന്ന സിദ്ധാന്തവും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട്, ഒരുമിച്ച് വരും. അപ്പോൾ അതിന് ക്വാണ്ടം ഗ്രാവിറ്റി അങ്ങനെയൊക്കെയുള്ള ഇപ്പോഴും വർക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളാണ്. അതിന് ഉത്തരം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങൾ. അത് എപ്പോഴും ഓൺ ഗോയിങ് ആണ്. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്ന പ്രശ്നമാണ് ഈ പ്ലാങ്ക് ലെങ്ത്. അപ്പോൾ ഈ ഒരു മിസ്മാച്ച് പരിഹരിക്കാൻ റിലേറ്റിവിറ്റി ആണോ തിരുത്തപ്പെടുന്നത്, ക്വാണ്ടമാണോ തിരുത്തപ്പെടുന്നത് നമുക്ക് ഇപ്പോഴും അറിയില്ല. ചില ആളുകൾ ക്വാണ്ടത്തെ തിരുത്തിയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ചില ആൾക്കാർ റിലേറ്റിവിറ്റിയിലേക്ക് തിരുത്തിയാണ്. എന്തായാലും അതിന് ചോദ്യങ്ങൾക്ക് നമുക്ക് പൂർണ്ണമായ ഉത്തരങ്ങൾ പല സ്ഥലങ്ങളിലും കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ നമുക്കറിയാവൂ. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്മോളജി ഇപ്പോഴും ബിഗ് ബാങ് തിയറി ആയിട്ട് നിൽക്കുന്നത് പ്രപഞ്ചത്തിലെ വലിയ സ്കെയിലുള്ള ഒബ്സർവേഷൻസ് എല്ലാം കുറേയൊക്കെ വിശദീകരിക്കാൻ കഴിയുന്നത് ബിഗ് ബാങ് തിയറിക്കാണ്. അതുകൊണ്ട് അതിനാണ് കൂടുതൽ പേര് വർക്ക് ചെയ്യുന്നത്. നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു റിസർച്ചറുടെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ റിസർച്ച് ചെയ്യുമ്പോൾ ഒരു പുതിയ കണ്ടെത്തൽ, ഒരു പ്രപഞ്ചത്തെക്കുറിച്ചൊരു പുതിയ അറിവുണ്ടാകണം എന്നുള്ളത്. അപ്പോൾ കൂടുതൽ ശരിയെന്ന് തോന്നുന്ന മേഖലയിൽ വർക്ക് ചെയ്യാനാണ് ആളുകൾ ശ്രമിക്കുക. അങ്ങനെയാണ് അത് കൂടുതൽ പേർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള മേഖല, കൂടുതൽ റിസർച്ച് നടക്കുന്ന മേഖല. ചില ആളുകൾ ഔട്ട് ഓഫ് ദ ബോക്സ് ആലോചിച്ചിട്ട് അത്രയും കോൺഫിഡൻസ് ഉള്ള ആളുകൾ മറ്റു മേഖലയിലും കോൺഫിഡൻസ് മാത്രമായിരിക്കില്ല, പല കാരണങ്ങളുണ്ടാകാം. ഞാൻ പറഞ്ഞത് എല്ലാ മേഖലയിലും ഒരേ സമയം ഇന്ന് ആ ഗവേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശരിക്കുള്ള പ്രോബ്ലം എന്താണെന്ന് നമുക്കൊരു പക്ഷേ ഒരു ഗ്രാജുവേറ്റ് ഫിസിക്സ് സ്റ്റുഡൻറ്റിൻ്റെ ലെവലിൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഫിസിക്സ് സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഈ പ്രശ്നം പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അത്രയും ഭയങ്കര സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് പൊതുവെ സംസാരിക്കാൻ പറ്റുന്നൊരു വിഷയമേ അല്ല. ഇതാണ് അതിൻ്റെ ആ പശ്ചാത്തലം. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും പ്രതികരിക്കാം. അപ്പോൾ ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കും.
ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതിന് അനേക അനുമാനങ്ങളും വ്യക്തമായ തെളിവുമുണ്ട്. ഇപ്പോൾ അത് സംശയമില്ല. ഭൂമിയുടെ ബാഹ്യാകാശ ചിത്രം നോക്കിയാൽ അറിയാം. എന്താണ് ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുവെന്ന ന്യൂട്ടൻ്റെ ആകർഷണ സിദ്ധാന്തം, അത് തെളിയിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. ഞാനൊരു പുതിയ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നു, സ്പേസ് പുള്ളിങ് അഥവാ സ്ഥാനവേഗം. കാരണം ഈ ന്യൂട്ടൻ അത് തെളിയിക്കുന്നതിന് വേണ്ടി വ്യക്തമായ ഒരു തെളിവുകളും ശാസ്ത്ര വിഷയത്തിൽ ഇന്ന് വരെ ഞാൻ അതിൻ്റെ ഒരു അന്വേഷകൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്നുവെച്ചാൽ സൂര്യപ്രകാശം വിവിധ വർണ്ണങ്ങളുടെ സങ്കരമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ന്യൂട്ടൺസ് കളർ ഡിസ്ക് കാണിക്കുന്നുണ്ട്. കുട്ടികളെയൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സൂര്യൻ നടക്കുന്നതാണോ 7 വർണ്ണങ്ങൾ 7 കാളങ്ങളിൽ ഉണ്ടാക്കിയിട്ട് കറക്കി കാണിക്കുന്നതാണോ സൂര്യൻ ഫ്യൂഷനിൽ നടക്കുന്നത്? അത് തെളിവാണോ? ഈ സ്പേസ് പുള്ളിങ് എന്ന സ്ഥാനവേഗം എന്നനുസരിച്ച് ഗോളങ്ങൾക്ക് എന്തുകൊണ്ട് എല്ലാ പ്രകൃതിയിലെ ഭൗതിക വസ്തുക്കളും ഗോളാകൃതി രൂപാന്തരപ്പെടുന്നു എന്ന് എനിക്ക് വ്യക്തമായി 34 വ്യക്തമായ തെളിവുകളോടുകൂടി സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ കൊടുത്തു. പക്ഷേ ഇതൊന്നും എന്ന് വെച്ചാൽ ഒരു തിയററ്റിക്കൽ ഫിസിക്സ് ഞാൻ ആവിഷ്കരിച്ചു, അത് ആരും അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഗ്രാവിറ്റേഷൻ തെളിയിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ നിങ്ങൾക്ക് പറയാനുണ്ടോ? ആകത്തുക ന്യൂട്ടൺ ഗുരുത്വാകർഷണത്തെക്കുറിച്ച് പറഞ്ഞതിന് നിലവിൽ തെളിവുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ന്യൂട്ടൺ എനിക്കും തെളിവുകളൊന്നും കൊണ്ട് തന്നിട്ടില്ല. വ്യത്യാസം ഞാനത് പഠിച്ചതാണ്. അപ്പോൾ അതെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗതികേടുകൾ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട്. പക്ഷെ എന്ത് തെളിവ് കിട്ടിയാൽ ബോധ്യപ്പെടും? ഞാൻ പൊതുവിൽ 1+1=3 എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് കണക്ക് സംസാരിക്കാത്ത ആളാണ്. അതുകൊണ്ടാണ് എനിക്കതിനകത്ത് മറുപടി പറയാൻ അറിയത്തില്ല. അടുത്ത ചോദ്യത്തിലേക്ക്. സർ, നമ്മൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ധാർമ്മികതയിൽ സയൻസിനൊന്നും പറയാനില്ല എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. മനുഷ്യന് ഹാപ്പിനെസ് വേണം എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് കുറവാണ്. പിന്നെ സയൻസിൻ്റെ കാര്യത്തിൽ ഈഗോസ് ക്ലാഷ് ഉണ്ടാവില്ല, മറ്റൊരു കാര്യത്തിലാണ് ക്ലാഷ് ഉണ്ടാകുന്നത്. ഞാനിതിനൊരു പരിഹാരം പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു മതമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു ധാർമ്മികതയും അതിനെ ബേസ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന ഒരു പൊളിറ്റിക്കൽ വ്യൂയും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഒരു നിർദ്ദേശം വയ്ക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിൽ നോക്കുമ്പോൾ ഇത്രയും ധാർമ്മികതയുള്ള ഒരു ഗ്രന്ഥം ഏതുണ്ട് എന്ന് പറയാൻ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം പണിതാൽ പോലും തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം. സൈദ്ധാന്തികമായി ആലോചിക്കുമ്പോൾ നല്ല ആശയമാണെന്ന് തോന്നുമെങ്കിലും അത് ഒരു കാലത്തും പ്രായോഗികമാകാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ബൈബിളിലുള്ള ധാർമ്മികതയിൽ ആകൃഷ്ടനായിട്ടല്ല ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നത്. തിരിച്ചാണ്. ക്രിസ്ത്യാനി ആയിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ബൈബിൾ ധാർമ്മികത കണ്ടെത്താൻ ശ്രമിക്കുന്നത്. മതവിശ്വാസങ്ങളുടെ പ്രത്യേകത അത് നമ്മളുടെ ചില പ്രാഥമികമായ ചില ആവശ്യങ്ങളെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പ്രാഥമികമായ ആവശ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ സോഷ്യൽ നീഡുകൾ, ഇമോഷണൽ നീഡ്സ്. ഇപ്പോൾ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ സെൻട്രൽ ക്യാബിനറ്റിൽ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളുണ്ട് എന്ന് വിചാരിച്ചോളൂ. ആ ആൾ വിചാരിച്ചാൽ എൻ്റെ ഒഫീഷ്യൽ ഫോർമാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രശ്നവും ഏത് നിമിഷവും പരിഹരിക്കപ്പെടാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. ആ ആളിന് മുകളിൽ എനിക്കുള്ള ക്രക്സ് എന്ന് പറയുന്നത് ചെറുതല്ല. കാരണം പവർഫുൾ ആയിട്ടൊരു ആളുടെ മുകളിൽ നമുക്കൊരു പിടിപാടുണ്ട്, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ആളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എനിക്ക് കഴിയും എന്ന് വരുന്നത് ഭയങ്കര കംഫർട്ടിംഗ് ആയിട്ടുള്ളൊരു ആശയമാണ്. അതിന് സമാനമായ ഒന്നാണ് മതങ്ങൾ പറയുന്ന ദൈവത്തിൻ്റെ കാര്യത്തിൽ നമുക്കുള്ളത്. ദൈവം ഈ സകലതും സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പുള്ളിയുടെ കൺട്രോളാണ് എല്ലാം നടക്കുന്നത്. പുള്ളിയുടെ മുകളിൽ എനിക്കൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ അതെനിക്ക് തരുന്ന സന്തോഷം അല്ലെങ്കിൽ എനിക്ക് തരുന്നൊരു സെക്യൂരിറ്റി ചെറുതല്ല. അതായത് എനിക്ക് പിന്നെ എന്ത് പ്രശ്നമുണ്ട്? എനിക്ക് സാമ്പത്തിക പ്രശ്നം വന്നാൽ, എനിക്ക് രോഗം വന്നാൽ ഇത് മാറ്റാൻ ദൈവത്തിന് പറ്റുമെന്നാണല്ലോ ഞാൻ കരുതുന്നത്, ദൈവവിശ്വാസി കരുതുന്നത്. ആ ദൈവത്തിന് എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് വഴിപാട് നേരാം, എനിക്ക് നേർച്ച കൊടുക്കാം. അങ്ങനെ പല മതങ്ങളെല്ലാം ഇങ്ങനത്തെ ഡിവൈസസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മുകളിൽ സുപ്രീം പവറുള്ള ഒരു ഏജൻറ്റ്, ആ ഏജൻറ്റിലേക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എത്തിക്കാനുള്ള, അത് ചിലപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ എത്തിക്കേണ്ടി വരും. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ചാനൽ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ചാനൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്ന ദൈവങ്ങളാണ്. നമ്മൾ പൊതുവെ പറയുമല്ലോ, ദൈവം എന്നോട് സംസാരിക്കുന്നെങ്കിൽ
ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നത് ഭക്തിയും, ദൈവം എന്നോട് സംസാരിക്കുന്നത് ഭ്രാന്തുമാണ്. പക്ഷെ അങ്ങനെ അല്ല, ഇങ്ങോട്ട് സംസാരിക്കുന്ന ദൈവങ്ങളുണ്ട്, നമ്മൾ അവരെയാണ് ആൾ ദൈവങ്ങളെന്ന് വിളിക്കുന്നത്. അവർക്ക് പോപ്പുലാരിറ്റി കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അവരും നമ്മളെ ആശ്വസിപ്പിക്കും. അവർ നമ്മൾ വലിയ കിടിലങ്ങളാണെന്നും നമുക്ക് വല്ല നല്ല സംഭവിക്കാൻ പോകുന്നെന്നും പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കും. അവർ നമ്മളെ കെട്ടിപ്പിടിക്കും. അപ്പം നമ്മൾക്ക് ഇങ്ങനെയുള്ള ചില കംഫർട്ടിങ് എലമെൻറ്റ്സ് മതം ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഫേക്കാണ് നമുക്കറിയാം, പക്ഷേ ഓഫർ അവിടെ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഓഫർ ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫർ ചെയ്യുന്നത് ഇക്വാലിറ്റിയാണ്. ഏത് ഇക്വാലിറ്റി? സ്ത്രീ പുരുഷ സമത്വം. ഇവിടുത്തെ എത്ര പുരുഷന്മാർക്ക് വേണം സ്ത്രീ പുരുഷ സമത്വം? എല്ലാ ജാതി മത വ്യത്യാസങ്ങളില്ലാത്ത സമത്വം. എത്ര അപ്പർ ക്ലാസ് ആളുകൾക്ക് വേണം ജാതിരഹിതമായിട്ടുള്ള സമത്വം? വേണ്ട. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമ്പലം പണിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പൈസ ചിലവാക്കി നടപ്പിക്കൊണ്ട് പോകേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമ്പലം പണിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ശാന്തിക്ക് ശമ്പളം കിട്ടുമെങ്കിൽ ഞാൻ വരാം, പക്ഷെ അത് ജോബ് സെക്യൂരിറ്റി, ജോബ് ഗ്യാരണ്ടി വേണം. എനിക്ക് തോന്നുന്നില്ല അത് കിട്ടുമെന്ന്. നമുക്ക് ഇത് ബോധപൂർവമല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നമ്മുടെ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ശരിക്കും ചെറിയൊരു രീതിയിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ, അതുപോലെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ത്യ എന്ന സങ്കല്പത്തെ ഇത്തരമൊരു പ്രാർത്ഥനയിലൂടെ നമ്മൾ ചിട്ടപ്പെടുത്തുന്നുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ? ഇപ്പോഴും ഇല്ലേ അത്? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും. അത് നമ്മൾ ദൈവത്തെ പോലെയുള്ള ഒരു സംഗതി തന്നെയാണ്. ഇല്ലാത്തൊരു സ്ഥാനത്തെ നമ്മൾ ഉണ്ടാക്കുകയാണ് ശരിക്കും. ഈ നമ്മൾ ഇങ്ങനെ ഈ ഭൂമി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട് എന്ന് നമ്മൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് എടുക്കുകയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കാതെ അല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ പോപ്പുലറായ ദൈവവിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം കോൺസ്റ്റിറ്റ്യൂഷനെ കൊണ്ടുവന്ന് ബദലായിട്ട് വേറൊരു ദൈവമായിട്ടോ അല്ലെങ്കിൽ ഒരു മതമായിട്ടോ അവതരിപ്പിച്ച് വിജയിപ്പിക്കാൻ പ്രയാസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കിയിട്ടും കാര്യമില്ല. ഇനി പല മതങ്ങളെ നിരോധിച്ചുകൊണ്ട് സ്റ്റാലിനെ പോലുള്ള ആളുകൾ ഈ അവരുടെ ഭരണകൂടത്തെ തന്നെ ദൈവവും സെറ്റപ്പായിട്ട് കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു 10-75 കൊല്ലം. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല. അത് 89 താഴെ വീണപ്പോൾ അതിനുശേഷം അവിടെ പോപ്പ് വന്നപ്പോൾ 75 കൊല്ലം മതമില്ലാത്ത റഷ്യക്കാർ മുഴുവൻ പോപ്പിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെയാണ് സത്യം. നമ്മൾ കാണുന്ന സത്യങ്ങൾ അതൊക്കെയാണ്. യൂറോപ്പിലാണ് സയൻസ് വളർന്നതെന്ന് പറഞ്ഞു. എന്നാൽ യൂറോപ്പിൽ സയൻസ് വളരാൻ കാരണം തുർക്കിയാണ്. തുർക്കി കോൺസ്റ്റാന്റിനോപ്പിളെ പിടിച്ചതുകൊണ്ടാണ് പുതിയ ലോകം ഉണ്ടായതും സയൻസ് ഉണ്ടായതും. എന്നാൽ യൂറോപ്പിലുണ്ടായിരുന്ന മതം എപ്പോഴും ബാർബിക്യൂ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാവരെയും ബാർബിക്യൂ ചെയ്തിട്ടുണ്ട്. ജോർദാന ബ്രൂണോ, തോമസ് മുൻസ്റ്റർ, ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരെ, യാൻഹൂസ്, ഇതുപോലെയുള്ള ആൾക്കാരെ ബാർബിക്യൂ ചെയ്തു. എന്നിട്ടും സയൻസ് വളരാൻ കാരണം തുർക്കിയാണ്. തുർക്കി കോൺസ്റ്റാന്റിനോപ്പിളെ പിടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സയൻറ്റിസ്റ്റുകളും എഴുത്തുകാരുമെല്ലാം അവിടെ മുട്ട് യൂറോപ്പിലോട്ട് പോയി അവിടെ ചെന്ന് സയൻസ് പഠിപ്പിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് യൂറോപ്പിൽ സയൻസ് വളരാൻ കാരണം. ഒന്ന്. രണ്ടാമതൊരു കാര്യം, യൂറോപ്പിൽ മാത്രമല്ല സയൻസ് വളർന്നിട്ടുള്ളത്, ഈസ്റ്റിലും നല്ലതുപോലെ സയൻസ് വളർന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച ഉണ്ടായില്ല. അതിൻ്റെ കാരണം ബാർബേറിയൻ അറ്റാക്സാണ്, അല്ലാതെ ഒന്നുമില്ല. ഇതിന് മറുപടി ഞാൻ ചോദിക്കും. പേഴ്സണലി ഇങ്ങനെ ഒറ്റമൂലി സിദ്ധാന്തങ്ങളോട് എനിക്ക് ഒരു താല്പര്യമില്ല. കാരണങ്ങൾ പലതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നത്. തുർക്കി അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളാണ് അല്ലെങ്കിൽ ബാർബേറിയനാണ്, അങ്ങനെ ഒരു വാദത്തോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ട് ഇപ്പോൾ ഇന്ത്യക്കാരെല്ലാം കൂടെ ചെന്ന് യൂറോപ്പിലുണ്ടായിരുന്ന അല്ലെങ്കിൽ തുർക്കിയിലുണ്ടായിരുന്ന മുഴുവൻ മതഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഇന്ത്യ യൂറോപ്പ് പോലെ ആകുമായിരുന്നോ? ഞാൻ കരുതുന്നില്ല. അങ്ങനെ സംഭവിക്കില്ല. അതിന് തുടർച്ച ഉണ്ടാകുന്നത് മറ്റ് സാമൂഹിക സാഹചര്യങ്ങളും കൂടെയൊക്കെ ചേർന്നിട്ടാണ്. പൊതുവിൽ സാമൂഹ്യ വിഷയങ്ങൾ ഈ ഒറ്റ കാരണം കണ്ടു ഒരു ചോദ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുതിയ ലോകം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം തുർക്കിയാണ്. കോൺസ്റ്റാന്റിനോപ്പിളെ പിടിച്ചതിന് ശേഷം അവർക്ക് കിഴക്കിലോട്ട് വരാൻ കഴിഞ്ഞില്ല, കടൽ മാർഗം കണ്ടുപിടിക്കാൻ വന്നു. അതും ഒരു പ്രധാന കാരണമാണ് സയൻസ് വളരാൻ. അല്ല, ഞാൻ എൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് രണ്ട് കാര്യമായിട്ട് പറയാനുള്ളത്. ഒന്ന് പറയാനുള്ളത്, ഈ നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഹയർ അതോറിറ്റിയുടെ അടുക്കലുള്ള റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിൽ. പക്ഷേ അതിനെ തന്നെ പണ്ട് തന്നെ നമ്മുടെ ഒരു ആചാര്യനായിട്ട് വെച്ചിരുന്ന നിത്യചൈതന്യ യതി എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞിരിക്കുന്നത് സെൽഫ് സൈക്കോതെറപ്പിയാണെന്നാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിന് ഏതിനടുക്ക് പ്രാർത്ഥിച്ചാലും പോരെ, സെൽഫ് സൈക്കോതെറപ്പി എന്നുള്ള രീതിയിൽ അതിനെ പ്രാർത്ഥനയെ കാണുകയാണെങ്കിൽ. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ യൂറോപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്
ഐസക് ന്യൂട്ടനും ലൂയി പാസ്റ്ററും ഒക്കെ അവിടെ ജനിച്ചു എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പോൾ അപ്പോഴും വേറൊരു സിംഗിൾ റീസൺ ആണ് വരുന്നത്. അതാ പല കാരണം. അതപ്പോൾ ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ചില വേറൊരാൾ കണ്ടുപിടിക്കുമായിരുന്നു. അത് ന്യൂട്ടന് പകരം വേറൊരു പേരിൽ അറിയപ്പെടുന്നേ ഉള്ളൂ. അത് മറ്റ് സാഹചര്യങ്ങൾ കൂടി ചേർന്നാണ് ഇങ്ങനെയുള്ള, തുടങ്ങിയത് കൊണ്ട് മാത്രം അതും വളരണം എന്നില്ല. അദ്ദേഹം പറഞ്ഞ പോയിന്റ് കറക്റ്റ്, കുറച്ചൊക്കെ ശരിയാണ്. അത് ചരിത്രകാരന്മാരത് പറയുന്നുണ്ട്. ഈ 1453 തോന്നുന്നു തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ പണ്ട് കരമാർഗമുള്ള കച്ചവടത്തെ അവർ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലോക്ക് ചെയ്തപ്പോൾ അവർക്ക് വേറെ വഴി കണ്ടെത്തേണ്ടി വന്നു ഇന്ത്യയിലേക്ക്. അങ്ങനെയാണ് കപ്പൽ യാത്രകളൊക്കെ ആ വഴിക്ക് ആരംഭിക്കുകയും പിന്നീട് മറ്റേ അമേരിക്ക കണ്ടെത്തുന്നതിലേക്കും ഇന്ത്യ കണ്ടെത്തുന്നതിലേക്കൊക്കെ എത്തിയെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ചൈന, പ്രത്യേകിച്ച് വെടിമരുന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ചൈനയിലാണ്. അത് പ്രോസസ്സ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഏഷ്യയിലും അതിൻ്റെ വളർച്ച ഉണ്ടായതായിട്ട് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തുടക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളതിനെ നിഷേധിക്കുന്നൊന്നുമില്ല കേട്ടോ. അത് പറഞ്ഞ ഇപ്പോൾ എല്ലാവരും ഇവിടെ കണ്ട്, മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമ ഇവിടെ എല്ലാവരും കണ്ടാണോ ഞാൻ കരുതുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ആ പ്രശ്നം തുടങ്ങുന്നത് നെല്ലിക്കയായിട്ട് വരുന്ന ഒരു സൈക്കിൾ ആക്സിഡൻറ്റിൽ നിന്നാണ് ആ പ്രശ്നം തുടങ്ങുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പം അയാൾ നെല്ലിക്കയും കൊണ്ട് സൈക്കിളിൽ വന്നതാണ് ഈ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് മാത്രമല്ല, അതിനെ ഏറ്റുപിടിക്കാനും അതിനോട് പല ആളുകൾ പല രീതിയിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അത് ഈ കാണുന്ന രീതിയിലേക്ക് ഇവോൾവ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് തുടക്കം പല സ്ഥലങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ, ചരിത്രത്തിൽ നിന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളതിനെ പോകുന്നത് ഹൈൻഡ് എന്നാണ്. നമ്മൾ പിന്നിലേക്ക് നോക്കുകയാണ്. പക്ഷെ മുമ്പോട്ട് പോയി ഇന്നിപ്പോൾ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്താലാണ് 10 കൊല്ലം കഴിയുമ്പോൾ സംഭവിക്കാൻ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഇത് പിന്നിലേക്ക് നോക്കുമ്പോൾ ഈ പ്രശ്നമാണ് അവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വന്നേക്കുന്നത്. അങ്ങനെ കാണാം, അല്ലെങ്കിൽ ഇന്ന ഇൻസിഡൻ്റ് ആണ്. പക്ഷേ ആ ഇൻസിഡൻറ്റ് എന്തുകൊണ്ടുണ്ടായി, ആ ഇൻസിഡൻറ്റിനോട് ഇന്ന രീതിയിൽ പ്രതികരിച്ച ആളുകൾ എന്തുകൊണ്ട് ആ രീതിയിൽ പ്രതികരിച്ചു, വേറൊരു രീതിയിൽ പ്രതികരിച്ചില്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. അതപ്പോൾ ഇന്ത്യയിലായിരുന്നെങ്കിൽ പ്രതികരണം ഇങ്ങനെ ആയിരിക്കുമായിരുന്നില്ല. ഗലീലിയോ ഇന്ത്യയിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ, ഗലീലിയോ ടെലിസ്കോപ്പ് ഉപയോഗിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർ അവിടുത്തെ ആളുകൾ പ്രതികരിച്ച പോലെ ആയിരിക്കണമെന്നില്ല പ്രതികരിക്കുന്നത്. അപ്പോൾ അതാണ് ആ വിഷയത്തിൻ്റെ കോംപ്ലക്സിറ്റി എന്നോട് സൂചിപ്പിക്കുന്നത്. നമസ്കാരം. മതം, ആത്മീയത, ശാസ്ത്രം വളരെ കോംപ്ലക്സായ വിഷയമാണ് ഒരു വഴിക്ക്. നമ്മുടെ ചർച്ച മൊത്തത്തിൽ ശാസ്ത്രത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു മെറ്റീരിയൽ മോഡേണിറ്റിയുടെ ആസ്പെക്ട്സ് മിക്കവാറും എല്ലാം ഡിസ്കസ് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ സയൻസിൻ്റെ ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ അതിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ ചരിത്രത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ റിനേസൻസുമായിട്ട് ചേർത്ത് വായിക്കാൻ ശ്രമിക്കുകയാണ്. ഏതാണ്ട് 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ഈ റിനേസൻസ് പ്രോസസ്സ് വെസ്റ്റിൽ നടന്നതും നേരെ എതിരെ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഇന്ത്യൻ കോണ്ടസ്റ്റിലും കേരളത്തിൻ്റെ കോണ്ടസ്റ്റിലും പരാജയപ്പെട്ട റിനേസൻസ് എന്ന് ഞാൻ കേരളത്തിൻ്റെ റിനേസൻസിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ആണിവിടെ മുൻപ് മറ്റൊരു പോയിന്റിൽ പറഞ്ഞിരുന്നത്, അതായത് സയൻസിന് ഒരു മോറൽ പൊസിഷൻ സയൻസ് എടുക്കേണ്ട ആവശ്യം സയൻസിനില്ല എന്നത്. ഈ ആവശ്യം സയൻസിനില്ല എന്നുള്ളതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. റിനേസൻസിൻ്റെ ആ ചരിത്രഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വെസ്റ്റ്, ഇറസ്പെക്റ്റീവ് ഓഫ് തുർക്കിയുടെ കാര്യം ഇവിടെ ഒരാൾ പറഞ്ഞത് ഒഴിച്ചു നിർത്തിയാൽ, ശരിക്കും വെസ്റ്റിൻ്റെ ആ ഒരു ട്രജക്ടറി ഈ ഒരു മോറൽ പൊസിഷൻ കൂടി എടുത്തുകൊണ്ടായിരുന്നു. അത് മുഴുവൻ നടത്തിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു സ്പിരിച്വൽ പർസ്യൂട്ടിൻ്റെ പ്രോസസ്സുകളിലൂടെ ആർട്ടിസ്റ്റുകളും ലിറ്റററി ഫിഗേഴ്സും മറ്റും നടത്തിയ ഒരു ഇൻ്റർവെൻഷനിലൂടെയായിരുന്നു. 1600 ഗലീലിയോ ടെലിസ്കോപ്പ് കണ്ടെത്തിയപ്പോൾ അതിൻ്റെ കൊമേഴ്സ്യൽ സൈഡ് എടുത്തുകൊണ്ട് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ കൊമേഴ്സ്യൽ ആംഗിൾ അതങ്ങ് വികസിപ്പിച്ചപ്പോൾ, സയൻസ് ആൻഡ് ടെക്നോളജി അത് വികസിപ്പിച്ചപ്പോൾ പാരലലി നടന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക്കൽ മൂവ്മെൻറ്റ്. ആ മൂവ്മെൻ്റാണ് ശരിക്കും ആധുനികതയെ പ്രൊഡ്യൂസ് ചെയ്തത്. ആധുനികത നമ്മൾ പറയും, മോഡേണിറ്റിയെ ശരിക്കും നമ്മൾ തെറ്റായി ധരിക്കുന്നു. നമ്മൾ ഇന്ന് കാണുന്ന മെറ്റീരിയൽ പ്രോഗ്രസ് ആണ് എന്ന് തെറ്റായി ധരിക്കുന്നു. ശരിക്കും മോഡേണിറ്റി അതായിരുന്നില്ല. റിനേസൻസ് പ്രോസസ്സിലൂടെ, എൻലൈറ്റൻമെൻറ്റിലൂടെ വന്ന മോഡേണിറ്റി
അത് മറിച്ച് ഇവിടെ നേരത്തെ ശോഭാലതികയും മറ്റും സൂചിപ്പിച്ച അതുവരെ ഉണ്ടായിരുന്ന മനുഷ്യ ചരിത്രത്തിലെ മുഴുവൻ തിന്മകളെയും എതിർക്കാനുള്ള ഒരു ഒരു സ്പിരിച്വൽ മൂവ്മെൻ്റ് ആയിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കാണാൻ കഴിയുന്നു. അതിലൂടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രതിദാനം ചെയ്യുന്ന എല്ലാ മൂല്യങ്ങളും ഉരുത്തിരിഞ്ഞതും ലോകത്ത് മുഴുവൻ. അപ്പോൾ തീർച്ചയായിട്ടും സയൻസിനൊരു മോറൽ ഒരു റോൾ ഉണ്ട്. അത് വെസ്റ്റിൽ ചെയ്തിരുന്നു. ആ ചെയ്തിരുന്നതിൻ്റെ അവിടെ ഭാഗമാണ് സയൻസ് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയായിരുന്നു. ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ വരുമ്പോൾ അതിന് 2 ബ്രാഞ്ചായിട്ട് അതും പോയി. ടെക്നോളജി കൂടുതൽ അഡ്വാൻസ് എടുത്ത് അത് കൊമേഴ്ഷ്യൽ ഹാൻഡ്സിൽ പോയപ്പോൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് യുദ്ധങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും കൊണ്ടുപോയി മനുഷ്യവിരുദ്ധമായി ഉപയോഗിച്ചു എന്നുള്ളത് മറ്റൊരു വശമാണ്. പക്ഷേ നമുക്ക് പുറകോട്ട് പോയി ഏതാണ്ട് 1300 മുതൽ തുടങ്ങിയുള്ള റിനസൻസ് ആ ട്രജക്ടറിയെ എടുത്തുകൊണ്ട് മുമ്പോട്ട് വരികയാണെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞ ഇവിടെ കാസ്റ്റിൽ സ്വഭാലിതിയെ മറ്റും ഉയർത്തിയ ആ ഒരു എക്സ്പ്ലോയിറ്റേഷനിലൂടെ മനുഷ്യ സഹവാസം ഒരു കോ എക്സിസ്റ്റൻസ് ഇമ്പോസിബിളാണ് എന്ന ഒരു അരാഷ്ട്രീയ ഒരു പ്രസ്താവന ലോകത്തിന് മുമ്പിൽ ഇന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ നിൽക്കില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് സയൻസിൻ്റെ പ്രോഗ്രസ് ഒരു വഴിക്ക് നടക്കുമ്പോൾ തന്നെ അതിനൊരു ഡെമോക്രറ്റൈസേഷനുണ്ട്, അതിനൊരു മോഡേണിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ റിനേസൻസ് പ്രോസസ്സ് ഏതാണ്ട് ശക്തമായി നടന്നിട്ട് പരാജയപ്പെട്ട ഒരു സമൂഹമെന്ന നിലയിൽ തന്നെ നമ്മളതിനെ കാണണം. കേരള റിനേസൻസ് ഒരു ടോട്ടലി ഡിഫീറ്റഡ് പ്രോസസ്സ് ആയിരുന്നു എന്നുള്ളതാണെന്ന് വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ എല്ലാം കാണുന്നത്. രാവിലെ മിസ്റ്റർ വെള്ളനാട് രാമേന്ദ്രൻ ചരിത്രത്തിൻ്റെ ചില ഏടുകളിലൂടെ എടുത്തുകൊണ്ടും മറ്റ് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. പാണ്ഡ്യ രാജാക്കന്മാർ കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്ത് വന്ന് ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം കേരളത്തിൽ ഒരുപക്ഷെ ബ്രാഹ്മണ്യം ഏറ്റവും കൂടുതൽ അതിൻ്റെ തിക്തമായിട്ടുള്ള രീതിയിൽ വ്യാപിപ്പിക്കുകയും ഇന്ന് ബ്രാഹ്മണരല്ലാത്ത നായർ സമുദായമോ തൊട്ടുപുറയിൽ അതിനോട് കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഇഴവ സമുദായമോ ഒക്കെ ബ്രാഹ്മണ്യത്തിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വ്യാപിപ്പിച്ചുകൊണ്ട് കേരള നവോത്ഥാനത്തിനെ വട്ടപൂജ്യമാക്കിക്കൊണ്ട് പോകുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഇതിനു വേണ്ടി കോമ്പീറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ദളിത് വിഭാഗത്തിൽ നിന്ന് മറ്റു പലരും കൂടെ വരുന്നുണ്ടാവാം. ഇതൊരു വല്ലാത്ത മോഡേണിറ്റിയുടെ ഒരു ദുരന്തമാണ് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കുക. അതിൽ നിന്നും സയൻസിൻ്റെ ഒരു മോറൽ പൊസിഷനിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്ത് പോകുന്നതിനോട് ഒരു വിരുദ്ധ അഭിപ്രായം പ്രകടിപ്പിക്കുകയായിരുന്നു. താങ്ക് യു. എൻ്റെ മോറൽ പൊസിഷനിൽ ഞാൻ അഭിപ്രായം പറയുന്നത് സയൻസിന് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സയൻസിന് അതിനുള്ള ടൂൾസ് ഇല്ല എന്ന അർത്ഥത്തിലാണ്. ഇപ്പോൾ 2 ഭരതനാട്യം ഡാൻസേഴ്സിനെ കൂട്ടത്തിൽ നല്ല ഡാൻസർ ആരാണ് എന്ന് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. കാരണം എൻ്റെ കയ്യിൽ അത് ജഡ്ജ് ചെയ്യാനുള്ള ടൂൾസ് ഇല്ല. അപ്പോൾ സയൻസിൽ എങ്ങും തന്നെ ഈ മോറൽ പൊസിഷൻസ് എല്ലാം ഓട്ട് ടു പൊസിഷൻസ് ആണ്. ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെ അല്ല വേണ്ടത്. ഇത്തരം പൊസിഷൻസ് എടുക്കാനുള്ള ടൂൾസ് സയൻസിനില്ല. ഇതാണ് കാര്യമെന്ന് പറയാനുള്ള ടൂൾസേ അതിനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇല്ലെന്ന് പറഞ്ഞത്. എനിക്ക് എൻ്റേതായ മോറൽ പൊളിറ്റിക്കൽ പൊസിഷൻസ് ഉണ്ട്. ഞാൻ സയൻസും പഠിച്ചിട്ടുണ്ട്. അത് സയൻസ് പഠിച്ച എൻ്റെ മോറൽ പൊസിഷൻസ് ആണ്, എൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള മോറൽ പൊസിഷൻസ് അല്ല. എൻ്റെ മോറൽ പൊസിഷൻസിൽ എൻ്റെ സയൻസിലെ നോളജ് തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ സയൻസ് അല്ല ആ പൊസിഷൻ എടുക്കുന്നത്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മോറൽ കോമ്പസ് ആണ് ആ ഡിസിഷൻ എടുക്കുന്നത്. ഞാൻ ആ അർത്ഥത്തിലാണ് സയൻസിനെ ഈ മൊറാലിറ്റിയിൽ നിന്ന് മാറ്റി കാണേണ്ടതിനെ കുറിച്ച് സംസാരിച്ചത്. അതിൽ നവോത്ഥാനത്തെ പറ്റി പറഞ്ഞ കാര്യം കൂടി ഒന്ന് അഡ്രസ്സ് ചെയ്യാമെന്ന് കരുതുന്നു. അതിലൊരു ചെറിയ ഫാക്ടർ കൂടി താങ്കൾ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യൂറോപ്പിലെ നവോത്ഥാനം അതൊരു എലൈറ്റ് ക്ലാസിൻ്റെ മുൻകൈയിൽ നടന്നതാണ്. ഇത് കീഴാളരുടെ ഇന്ത്യയിൽ കേരളത്തിൽ ജാതി ഒരു വലിയ വിഷയമായിരുന്നതിനാൽ ഇവിടെ അതിന് മുൻകൈ എടുത്തത് കീഴാള ആളുകളാണ്. അതൊരു കീഴാള നവോത്ഥാനം എന്നാണ് അതിനെ വായിച്ചെടുക്കേണ്ടത്. ആ അർത്ഥത്തിൽ അത് ഉദ്ദേശിച്ച അത് ലക്ഷ്യം വെച്ച കാര്യങ്ങളൊക്കെ നടന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ജാതി എന്നുള്ള പറയുന്ന ജാതിഭേദം എന്ന് പറയുന്ന അന്ന് നടമാടിയിരുന്ന ഒരു തരത്തിലും ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്ന് അതിനെ മാറ്റിയെടുക്കാൻ ആ മൂവ്മെൻ്റ് കൊണ്ട് കഴിഞ്ഞു എന്നാണ് നോക്കേണ്ടത്. നമുക്ക് മനസ്സിലാവും അത് 90% അത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം. സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി 1917 18 ഈ പന്തിഭോജനം എല്ലാവരും കൂടി എല്ലാ മതസമുദായങ്ങളും കൂടി ചേർന്നിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു കൾച്ചർ ഇവിടെ തുടങ്ങി വയ്ക്കുമ്പോൾ
അദ്ദേഹത്തിന് ഒരിക്കലും ഈ കേരളം എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമായി കണ്ടുകൊണ്ട് മരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം അന്ന് ധരിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, സഹോദരൻ അയ്യപ്പൻ പരിപൂർണമായും വിജയിച്ച ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്താണ് അന്ന് നിശ്ചയിച്ചത്, അതായത് പുലയന്മാരായ കുറച്ച് ആളുകളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് മാതൃകപരമായി അദ്ദേഹം ഒരു മൂവ്മെന്റ് തുടങ്ങി വെച്ചു. അദ്ദേഹം മരിക്കേണ്ട സമയം ആവേണ്ടി വന്നില്ല. 1945 ആയപ്പോൾ തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഇടങ്ങൾ കണ്ടുകൊണ്ടാണ് കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് വിജയിച്ച ഒരു നവോത്ഥാന പ്രക്രിയ തന്നെയായിരുന്നു. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടാമത് തുടങ്ങി വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് അന്നത്തെ ലക്ഷ്യങ്ങൾ, അത് കീഴാളർ മുൻകൈയെടുത്ത ആ നവോത്ഥാന ശ്രമങ്ങളിൽ 90% കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇൻഫിനിറ്റി, ആത്മീയത, സയൻസ്, ഇത് കോറിലേറ്റഡ് ആണോ? ഇതിനൊരു ഡെഫിനിഷനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രീ തിങ്കേഴ്സിൻ്റെ പൊളിറ്റിക്സ്, രാഷ്ട്രീയം, അതിനെക്കുറിച്ച്. അല്ല, അത് രണ്ടാമത്തെ എനിക്ക് ചോദ്യം ഒരു ടൈറ്റിലായിട്ടേ തോന്നില്ല. ചോദ്യം എന്താണെന്ന് മനസ്സിലായി. ഫ്രീ തിങ്കേഴ്സിൻ്റെ പൊളിറ്റിക്കൽ വ്യൂസ്, രാഷ്ട്രീയം, അതാണ്. ആദ്യത്തേത് ഇൻഫിനിറ്റി, സയൻസ്, ആത്മീയത. ഈ സയൻറ്റിഫിക് ആയിട്ട് ആത്മീയത പറയുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ ഒരു പ്രധാന വജ്രായുധമാണ് ഈ ഇൻഫിനിറ്റി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എന്ന വാക്കിന് സയൻസിൽ ഒരു സിംഗിൾ മീനിങ് അല്ല ഉള്ളത്. പലപ്പോഴും ഇപ്പം നമ്മൾ സയൻസ് പഠിച്ചവരിൽ പോലും ഏറ്റവും കൂടുതൽ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇൻഫിനിറ്റി. അതിൻ്റെ കാരണം ഇൻഫിനിറ്റിയുടെ ഇംഗ്ലീഷ് ഡിക്ഷണറി മീനിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ അതിന് അനന്തത എന്നാണ് പൊതുവെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അനന്തതയുടെ അർത്ഥം അന്തമില്ലാത്തത് എന്നാണ്. ഇൻഫിനിറ്റി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ഫൈനൈറ്റ് അല്ലാത്തത്, ഒരിടത്ത് ഒതുങ്ങുന്നതല്ല എന്ന അർത്ഥത്തിലാണ്. പക്ഷെ നമ്മൾ അതേസമയം 1 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഇൻഫിനിറ്റി ആണെന്ന് പറയും. അത് ഒരുപാട് പേര്, ഈവൻ സയൻസ് അധ്യാപകർ തന്നെ അങ്ങനെ പഠിപ്പിക്കാറുണ്ട്. 1 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഇൻഫിനിറ്റി അല്ല, അവിടെ കിട്ടുന്നത് ഇൻഡിറ്റർമിനേറ്റ് ആണ്, കിട്ടുകയല്ല ചെയ്യുന്നത്. അത് ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തിയാണ്. 0 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആ സിമ്പിൾ എടുത്തിടും, ഇൻഫിനിറ്റിയുടെ സിമ്പിൾ. അതൊരു ഭയങ്കര ഒരു മോട്ടിഫായിട്ട് ആൾക്കാർ ഉപയോഗിക്കും. അതൊരു തെറ്റായ യൂസേജാണ്. 0 കൊണ്ടുള്ള ഡിവിഷൻ ഡിഫൈൻഡ് അല്ല, നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടില്ലാത്തൊരു ഓപ്പറേഷനാണ്. അതുകൊണ്ട് അതിന് ഇൻഡിറ്റർമിനേറ്റ് എന്നാണ് വിളിക്കുക, ഇൻഫിനിറ്റി എന്നല്ല. പക്ഷേ അതിനെ ഇൻഫിനിറ്റി എന്ന് ആൾക്കാർ വിളിക്കും. ഇനി ഒരുപാട് ദൂരേക്ക് പോകുമ്പോൾ നമ്മൾ പറയും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് എന്ന് സയൻസിൽ പറയും. അതൊരു കമ്പാരിസൺ മാത്രമാണ്. ആ കമ്പാരിസൺ എന്ന് പറയുന്നത് ഇവിടെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ റെലവൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റെലവൻ്റ് അല്ലാത്ത അത്രയും വലിയ ഡിസ്റ്റൻസസിനെയാണ് സയൻസിൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ അതായത് ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും പോകുന്ന ഇലക്ട്രോണിൻ്റെ കാര്യം ഫിസിക്സിൽ പഠിക്കുമ്പോൾ ഇലക്ട്രോൺ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ 1 സെൻറ്റിമീറ്റർ പോയാൽ മതി. കാരണം ആറ്റത്തിന് 1 ആങ്സ്ട്രം സൈസേ ഉള്ളൂ. 1 സെൻറ്റിമീറ്ററൊക്കെ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ആണ് അവിടെ. ആ വാക്ക് കമ്പാരിറ്റീവ് മാത്രമാണ്. കമ്പാരിസൺ ഉണ്ടെങ്കിൽ അത് ഇൻഫിനിറ്റ് ആവും. അപ്പോൾ ഞാൻ പറയുന്നത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ വാക്കിന് ഒരു സിംഗിൾ മീനിങ് അല്ല ഉള്ളത്, ഒരു സിംഗിൾ സെൻസിലല്ല അത് ഉപയോഗിക്കുന്നത്. അതുപോലൊരു സ്ഥലമാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്ന വാക്ക്. അതും ഇതുപോലെയാണ്. നോട്ട് ഡിഫൈൻഡ് ഏരിയകളാണ് സിംഗുലാരിറ്റി. നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ദേർസ് ആർ റീജിയൻസ് വെയർ അവർ കറണ്ട് ഓപ്പറേഷൻസ് ഫെയിൽ. നമുക്കറിയാവുന്ന ഇപ്പോഴത്തെ ഗണിതശാസ്ത്രം പ്രയോഗിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ നിലവിലുള്ള അറിവോ ടൂളോ ഉപയോഗിക്കാൻ കഴിയാത്തൊരു സ്ഥലമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അവിടെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ നിർത്തേണ്ടത്. കാരണം അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആത്മീയവാദികൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കാരണം എന്താ, അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിലാണ് ഈ ബിസിനസ് നിൽക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ അത് ആത്മീയതയിലൂടെ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻഫിനിറ്റിയെ കുറിച്ച് നമുക്ക് എന്തും പറയാം. കാരണം ഇൻഫിനിറ്റിയെക്കുറിച്ച് ആർക്കും ഒന്നും അറിയാത്തതുകൊണ്ട് ആർക്കും തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ആ കാര്യത്തിലുള്ളത്. രണ്ടാമത്തെ ഫ്രീ തിങ്കേഴ്സിൻ്റെ രാഷ്ട്രീയം. ഫ്രീ തിങ്കേഴ്സിനല്ല, ഈ ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾ, രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന ആളുകൾ രാഷ്ട്രീയം എന്താണെന്ന് അറിയാത്ത ആൾക്കാർ മാത്രമാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ സിങ്ക്രണസ് ഡയഫ്രമാറ്റിക് ഫ്ലട്ടർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുള്ളവരൊന്ന് കൈവെക്കാമോ? സിങ്ക്രണസ് ഡയഫ്രമാറ്റിക് ഫ്ലട്ടർ ആരും ചെയ്തിട്ടില്ല. എക്കിളിനെയാണ് വിളിക്കുന്നത്, എക്കിൾ. ഇത് ഇതിനെയാണ് ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. എന്തെങ്കിലും സാധനം എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ രാഷ്ട്രീയം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ആൾക്കാർ എനിക്കങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല, ഞാൻ പറയുന്നത് രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ വേണ്ടത്. രാഷ്ട്രീയമാണ്, പച്ച രാഷ്ട്രീയം. രാഷ്ട്രീയം എന്താണെന്ന് പോലും മനസ്സിലാകാതെ രാഷ്ട്രീയം സംസാരിക്കുന്നത് മറ്റനേകം കാര്യങ്ങളിലുള്ളതുപോലെ കേരളത്തിൻ്റെ ഒരു ദുർവിധിയാണ്. അത് കേരളം ഈസ് സഫറിങ് ഫ്രം എക്സ്പേർട്സ്.
എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പ്രഖ്യാപിച്ച എക്സ്പേർട്സിനെ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. ഞാൻ വൈശാഖനോട് ഒരു ചോദ്യം ചോദിക്കാനല്ല നിൽക്കുന്നത്. ചോദ്യമില്ല, ഞാൻ എൻ്റെ നിലപാട് മാത്രമേ പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യോജിക്കാം വിയോജിക്കാം. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞു നമ്മുടെ അന്നത്തെ നവോത്ഥാന ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട ഒരു സമൂഹമാണ് നമ്മളെന്ന്. അത് ഞാൻ അത്രയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ ഒരു ഫലമാണ് ഞാൻ വിചാരിക്കുന്നുള്ളൂ. പരാജയത്തിൻ്റെ അല്ല, ആ റിനേസൻസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ. നമുക്ക് മുമ്പുള്ള കാലം അങ്ങനെ അല്ലായിരുന്നു. സാറും ഞാനും ഒക്കെ നിങ്ങളെല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മതത്തിൻ്റെ അതും ഒരു കാലത്ത് നമുക്ക് പ്രസക്തമായിരുന്നു. നമ്മളെ അച്ചടക്കപ്പെടുത്തുന്നതിൽ, നമുക്ക് മൂല്യബോധം ഉണ്ടാക്കി തരുന്നതിൽ മതങ്ങളിൽ അതിൻ്റേതായ റോൾ വഹിച്ചിട്ടുണ്ട്. ഇന്ന് അതിന് വലിയ പ്രസക്തി ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ മതബോധം നമ്മളുടെ ഉള്ളിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും അതിൻ്റെ റിസൾട്ടാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഈ സയൻസ് എന്ന് പറയുന്ന ആധുനിക ശാസ്ത്രം ഒരു നാരങ്ങ ഉടച്ചിട്ട് റോക്കറ്റ് വിക്ഷേപിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അത്ര നിരുപദ്രവമായൊരു കാര്യമാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കൊടുക്കുന്ന ഒരു മെസ്സേജുണ്ട്, അത് വെച്ച് ഈ സമൂഹത്തിനെ പുറകോട്ടടിക്കാൻ കഴിയുന്നുണ്ട്. ഒരു ശാസ്ത്രബോധമുള്ള ജനതയിൽ ധാരാളം ആളുകൾ വളർന്നു വരുന്ന കുട്ടികളിൽ ശാസ്ത്രബോധം ശക്തമാകുമ്പോൾ സയൻറ്റിസ്റ്റുകൾ ഒരുപാടുണ്ടാകും, സമൂഹം ഒരുപാട് മുമ്പോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനെയൊക്കെ പുറകോട്ടടിക്കാൻ അന്ധവിശ്വാസ ജടിലമായ ഒരു സമൂഹത്തിലെ ആ കുട്ടികൾക്ക് അതിനുള്ള ബോധം കൊടുക്കുന്നില്ല. വരുന്ന തലമുറയ്ക്ക് അത്രയ്ക്കും വളരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഔട്ട്പുട്ടും കുറവായിരിക്കും. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ശാസ്ത്രത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് എൻ്റെ പൊളിറ്റിക്കൽ ബോധം എന്നോട് പറയുന്നത്. ഞാൻ പിന്നെ ആ പഴയ കാര്യം, ശാസ്ത്രത്തിന് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിലെ ആർക്കാണ് ഈ ഉത്തരവാദിത്വം? അത് അവിടെയാണ് ഞാൻ ഈ പ്രശ്നം കാണുന്നത്. പലപ്പോഴും പല രീതിയിലും പേഴ്സണലായിട്ടൊക്കെ ആളുകളെടുത്ത് ഇങ്ങനെ വാഗ്വാദങ്ങൾ വരുമ്പോൾ ചില ആൾക്ക് പറയും ഇത് സർക്കാർ നിരോധിക്കണം. സർക്കാരിൽ ആരാണ് നിരോധിക്കേണ്ടത് അത് പറയാവോ എന്ന് ചോദിക്കും. അപ്പോൾ ആരാണ് ഈ സർക്കാർ? ഇത് നമ്മൾ തപ്പിപ്പോയ ഈ ഉള്ളി തൊലിക്കുന്നവരാണ്. ആരും സർക്കാരല്ല. മുഖ്യമന്ത്രി പോലും അല്ല സർക്കാർ, പ്രധാനമന്ത്രി പോലും അല്ല സർക്കാർ. അതായത് ഒരു സർക്കാർ നിരോധിക്കണമെങ്കിൽ ഈ ശ്രമം എവിടെ തുടങ്ങണം എന്ന് വെച്ചാൽ സർക്കാർ അങ്ങ് തുടങ്ങണം. ഇതെങ്ങനെ തുടങ്ങും? അതായത് ക്യാബിനറ്റ് ഒരു ഡിസിഷൻ എടുക്കാൻ തീരുമാനിച്ചു. ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? അവിടെ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് 21 മന്ത്രിയോട് തോന്നി ഇനി നമുക്ക് എന്ത് ഡിസിഷൻ എടുക്കാം? അങ്ങനെയല്ല, ആ സാധനം താഴെ നിന്ന് അവിടെ വരുന്ന അതാണ് ക്യാബിനറ്റ് ഡിസിഷൻ വിടുന്നത്. അതായത് നമ്മളുടെ ഭരണ സംവിധാനങ്ങളും സാമൂഹിക ഗവേണൻസ് സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് കുറേയേറെ പ്രോസസ്സുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ സർക്കാർ തീരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത്, ഞാൻ പറയുന്നത് അതിനകത്ത് ഫെയർനെസ്സോ അല്ലെങ്കിൽ ശരികേടുകളോ അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. അതായത് ആക്ച്വലി വെൻ എ ഡിസിഷൻ ഈസ് ബീങ് ഇംപ്ലിമെൻറ്റഡ് അതെങ്ങനെ നടക്കും എന്നുള്ളത് വേറെ തന്നെ ഒരു വിഷയമാണ്. എന്താണ് ഡിസിഷൻ, അതിൻ്റെ ശരിതെറ്റുകൾ എന്താണ് എന്ന് പറയുന്നത് പോലെ പ്രധാനപ്പെട്ട, ശരിക്കും അതിനേക്കാൾ ടഫാണ് ഇതെവിടെ തുടങ്ങും, ആര് ഇനിഷ്യേറ്റീവ്. ഈ ഒരു ചോദ്യം നമുക്ക് സയൻസ് തീരുമാനിക്കുക. സയൻസിൽ ആരാണ് തീരുമാനിക്കേണ്ടത്? ISRO ചെയർമാനാണോ തീരുമാനിക്കേണ്ടത് സയൻസിന് വേണ്ടി തീരുമാനിക്കേണ്ടത്? അതോ NISTയുടെ ഡയറക്ടറാണോ? അതോ ഈ കൗൺസിൽ മറ്റേ അഗ്രികൾച്ചർ റിസർച്ച് ICARയുടെ ഡയറക്ടറാണോ തീരുമാനിക്കേണ്ടത്? അതോ പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവാണ് തീരുമാനിക്കുന്നത്? ആരാണ്? നോ വൺ ഈസ് റെസ്പോൺസിബിൾ. ആർക്കാണ് ഇവിടെ ശാസ്ത്രബോധം വളർത്തേണ്ട ഉത്തരവാദിത്വം? ആർക്കാണ്? യുക്തിവാദികളാണ്. യുക്തിവാദികൾ പറയും. ആരാണ് പതിച്ചു തന്നത്? ഇല്ല, നമുക്ക് തോന്നുന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ വേറെ പൊളിറ്റിക്സ് വളർത്തുന്നത് കമ്മ്യൂണിസ്റ്റുകൾക്ക് കമ്മ്യൂണിസം പ്രചരിപ്പിക്കണമെന്ന് തോന്നുന്നു, അവരത് ചെയ്യുന്നു. ഇതിനൊരു ഒരു ഡെഫിനറ്റ് പൊസിഷൻ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ ഇതിനകത്ത് ഈ അഴകുഴമ്പൻ നയം എടുക്കുന്നതിൻ്റെ കാരണം അതാണ്. എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. ഇതെവിടെ തുടങ്ങും? ഇപ്പം നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു സമരത്തിന് പോവുകയാണ്. ഇവിടെ എത്ര പേര് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സമരത്തിന് നമുക്ക് കുറേ ആവശ്യങ്ങളാണ്, 10 ആവശ്യങ്ങളായിരിക്കും സമരത്തിന് മുമ്പോട്ട് വെക്കുന്നത്. ഏറ്റവും നമ്മൾ നിരാഹാരം കിടക്കാൻ തീരുമാനിക്കുകയാണെന്ന് വെച്ചോളൂ. പ്രാക്ടിക്കൽ സെൻസുള്ള ആൾക്കാർ നിരാഹാരത്തിനൊക്കെ ഇറങ്ങുന്ന ആലോചിച്ചിട്ടേ ഇറങ്ങും. കാരണം തീരുമാനിക്കണം ഇതിലേതൊക്കെ ആവശ്യം നടന്നാൽ നിരാഹാരം നിർത്തും. ഇതാണ് ക്രിട്ടിക്കൽ ഡിസിഷൻ. ഇല്ലെങ്കിൽ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവും. 10 ആവശ്യങ്ങളുണ്ട്, 10ഉം കിട്ടിയിട്ട് നിരാഹാരം തീർക്കാൻ വേണ്ടി സമരത്തിന് ചെയ്താൽ ജീവിതത്തിൽ ആദ്യമായിട്ട് സമരത്തിന് ആവേശത്തിന് ഇറങ്ങുന്ന ആളാണെന്നാണ് അർത്ഥം. അങ്ങനെ പറ്റില്ല. ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ കിട്ടിയാൽ സമരം പിൻവലിക്കാം, ഈ ഡിസിഷൻ ആദ്യം എടുത്തിട്ട് സമരം തുടങ്ങും. പ്രാക്ടിക്കലി അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ തിയററ്റിക്കലി നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെയാണ് എൻ്റെ ആവശ്യം, ഇതിനു വേണ്ടി ഞാൻ കോലാഹലം ഉണ്ടാക്കാൻ പോവുകയാണ്, പ്രക്ഷോഭം ഉണ്ടാക്കാൻ പോവുകയാണ്, ഇത് വാങ്ങുന്നു. അതായത് നമ്മൾ സുരേഷ് ഗോപി കാര്യം നേടിയെടുത്തിട്ട് കൈയടി വാങ്ങിച്ചുകൊണ്ട് വരുന്ന പോലെ നമ്മൾ പ്രാക്ടിക്കലി നടക്കില്ല. കാരണം നോ സിംഗിൾ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ. പലപ്പോഴും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് സയൻസിൻ്റെ മോറൽ പ്രശ്നം. എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട് ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമോ. എന്തുകൊണ്ടാണ്? നല്ല ഐഡിയ ആണ്.
എനിക്ക് ആത്മാർത്ഥമുള്ള ഒരു ആഗ്രഹമുണ്ട് ഇതുപോലെ സയൻസിന് ഒരു അതോറിറ്റി ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു, സയൻസിന് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കാമല്ലോ. ഇല്ല, പോസിബിൾ അല്ല, നടക്കില്ല. ദൈവം ഉണ്ടെങ്കിൽ ഒന്ന് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആളില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുകയാണ്, ശരിയാണ്, സയൻസിന് മോറൽ പ്രൊസീഡ് എടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ആരാണത് എടുക്കാൻ പോകുന്നത്, എവിടെ നിന്നാണ് എടുക്കാൻ പോകുന്നത്, അത് അതിന് ഉത്തരം എൻ്റെ കയ്യിലില്ല, എനിക്കറിയില്ല. ആരുടെയും കയ്യിലുണ്ടെങ്കിൽ കേൾക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതാണ് എൻ്റെ ഈ നിലപാടില്ലായ്മയുടെ രഹസ്യം. സർ, എൻ്റെ ക്വസ്റ്റ്യൻ, ഈ ദ്വന്ദ്ം എന്ന് പറയുമല്ലോ, മരണം, ജനനം, ഇപ്പോൾ തന്നെ 0 ഇൻഫിനിറ്റി, പിന്നീട് ഇപ്പോൾ ഉണ്ട് ഇല്ല, സയൻസിൻ്റെ ഒരു ബേസിക് തന്നെ ഉണ്ടോ ഇല്ലേ, അത് ഇപ്പോൾ സയൻസ് ഇപ്പോൾ പുതിയതായിട്ട് അതിന് എന്തെങ്കിലും ഒരു നിർവചനം ഉണ്ടായിട്ടുണ്ട്? മീൻസ് എന്ന് വെച്ചാൽ ഒരുപാട് മനുഷ്യൻ്റെ സഫറിങ് കുറയ്ക്കാൻ തന്നെ ഈ കൺഫ്യൂഷൻ കുറച്ചാൽ ആ സഫറിങ്ങിൽ കുറയ്ക്കില്ല. ഇപ്പോൾ ആത്മീയതയായാലും ശാസ്ത്രമായാലും എല്ലാം നോക്കുന്നത് സഫറിങ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ദ്വന്ദ്വം എന്നുള്ള ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ആണ് പെണ്ണ് ഈ സംഭവം അതിൽ ആ ഈക്വൽ എന്ന സൈൻ എന്ത് ഇമ്പോർട്ടൻസ് ആണ്? ഇപ്പോൾ സയൻസ് ആണ് അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഇത് ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും അതിനൊരു പഠനങ്ങളോ അതിൻ്റെ കണ്ടിന്യൂവേഷനോ ഉണ്ടായിട്ടുണ്ടോ? അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. ദ്വന്ദ്വം അല്ലെങ്കിൽ ഡ്യുവാലിറ്റി. അതെ, ഡ്യുവാലിറ്റിയിൽ പല മീനിങ്ങിൽ അത് ഉപയോഗിക്കാറുണ്ട് നമ്മൾ. പക്ഷേ നമ്മൾ ദ്വന്ദ്വം, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പല ഉദാഹരണങ്ങളിലുള്ളത് മനുഷ്യരുടെ ഒരു പരിമിതി മാത്രമാണ്. ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല അത് ശരിക്കും ഒരു ലോജിക്കൽ ബൈനറിയാണ്. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന 2 പൊസിഷൻസ് അവിടെ സാധ്യമാകും. അല്ല സാർ, ഇപ്പോൾ തന്നെ ഇപ്പോൾ ബിഗ് ബാങ് തിയറി പറയുന്നത് നമ്മളപ്പോൾ അവിടെ ഇല്ല, നമ്മളില്ലായിരുന്ന സമയത്തെക്കുറിച്ച് നമ്മൾ ചരിത്രം വഴി പറയുകയാണ്. ഈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ വെച്ച് അത് കണക്ട് ചെയ്ത് പഴയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ ഇല്ല. ശരിക്കും മനുഷ്യരാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹയർ ലെവലിൽ നിൽക്കുന്ന ഈ ബുദ്ധിപരമായ നിലവാരത്തിൽ എന്ന് സംസാരിക്കാം. നമ്മൾ മറ്റു മൃഗങ്ങളൊന്നും തന്നെ നമ്മൾ പഠിക്കുന്നില്ലല്ലോ, എന്താണ് നടക്കുന്നതെന്ന് പഠിക്കുന്നില്ലല്ലോ, മനുഷ്യന്മാർ മാത്രമല്ലേ പഠിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് ആ ഒരു ഡുവാലിറ്റി എന്നുള്ളൊരു സംഭവം മാറിയാൽ തന്നെ ഏകദേശം സഫറിങ് എല്ലാം കുറഞ്ഞു. ഇപ്പം തന്നെ മതം ഉണ്ടോ ഇല്ലേ, ശാസ്ത്രം അതിൻ്റെ ഒരു ഉത്തരം കൊടുത്താൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു എൻഡ് ആവില്ല. അത് ഡുവാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബൈനറി എന്നുള്ള വാക്കാണ് കൂടുതൽ യോജിക്കുന്നത്. ബൈനറി നിലപാടുകളാണ് നമ്മൾ ജീവിതത്തിൽ ഭൂരിഭാഗവും കാണാൻ സാധ്യതയുള്ള നിലപാടുകൾ, അഭിപ്രായങ്ങൾ. കാരണം അത് ഭയങ്കര കംഫർട്ടബിളാണ്. അതായത് കയ്യാലപ്പുറത്തിരിക്കുമ്പോൾ അപ്പുറത്താണോ ഇപ്പുറത്താണോ ഇതിനൊരു ഉത്തരം വേണം. മനുഷ്യൻ സൈക്കോളജിക്കലി ട്യൂൺഡാണ്. നമുക്ക് പരീക്ഷ ജയിക്കുമോ തോൽക്കുമോ എന്ന ആദ്യമാണ് പരീക്ഷ തോറ്റു എന്ന് പറഞ്ഞ ന്യൂസിനേക്കാൾ ബുദ്ധിമുട്ട്. പരീക്ഷ തോറ്റു എന്ന് പറഞ്ഞാൽ ഓക്കെ സപ്ലി, മറ്റതങ്ങനല്ല, കിട്ടുമോ പൊട്ടുമോ. ഇത് മനുഷ്യന് അൺസർട്ടനിറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യനെ ആൻഷ്യസ് ആക്കുന്ന അൺസർട്ടനിറ്റിയാണ്. ഈ 1-0 അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ, ഈ ഡുവാലിറ്റി. ഇപ്പം നമ്മൾ നോക്കിയോ, നിങ്ങൾ പർദ്ദക്കെതിരെ സംസാരിച്ച് അവർ ചോദിക്കുന്നത് ബിക്കിനി ഇട്ട് നടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്നാണ്. അതും ഒരു ഡുവാലിറ്റി, ഈ ബൈനറിയാണ്. പർദ്ദ അല്ലെങ്കിൽ ബിക്കിനി, ഇതിനിടയ്ക്കൊരു വസ്ത്രത്തിൻ്റെ ഓപ്ഷനെ അവർ കാണുന്നില്ല. അത് നമുക്ക് എപ്പോഴും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന 2 പൊസിഷൻസ്, ഈ അറ്റം അല്ലെങ്കിൽ ആ അറ്റം. ഇതിനിടയ്ക്കൊരു പൊസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് മെനക്കെടണം. ആ മെനക്കെടാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ പേഴ്സണലി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു വിഷയം പഠിക്കുമ്പോഴല്ല എനിക്ക് ഈ 0ക്കും 1നും ഇടയ്ക്ക് നിൽക്കാൻ പറ്റാറുണ്ട്. അങ്ങനെ പഠിക്കാത്ത ആദ്യമായിട്ട് കേൾക്കുമ്പോൾ എൻ്റെ കംഫർട്ടബിൾ പൊസിഷനാണ് 0 അല്ലെങ്കിൽ 1. അപ്പോൾ ഞാൻ പല കാര്യങ്ങളിലും അത് അത്ര സിമ്പിളല്ല എന്ന് പറഞ്ഞ് കുറേ പറയേണ്ടി വരുന്നതിൻ്റെ കാരണം എനിക്ക് 1നും 0യും ഇടയിൽ നിൽക്കണം എന്നുള്ള ആ ഇടയിലുള്ള പൊസിഷൻസ് കാണണമെന്നും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും താല്പര്യമുള്ളതുകൊണ്ടാണ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത് റിയലിസ്റ്റിക് ആയിരിക്കില്ല, ഇറ്റ് ഈസ് കംഫർട്ടബിൾ. അല്ല, ശാസ്ത്രത്തിൽ പുതിയതായിട്ട് അങ്ങനെ എന്തെങ്കിലും? പുതിയതല്ല, ശാസ്ത്രം പണ്ട് മുതലേ ചെയ്യുന്ന ഇതാണ്. ഇപ്പോൾ നമ്മൾ ഒരു അയ കെട്ടുന്നു എന്ന് വെച്ചോളൂ, തുണി വിരിക്കാൻ വേണ്ടി അയ ഇപ്പുറത്തൊരു കെട്ടുണ്ട് അപ്പുറത്തൊരു കെട്ടുണ്ട്. ഈ അയയിൽ ഒരു സാധനമുണ്ട് അല്ലെങ്കിൽ ഒരു ഉറുമ്പിരിപ്പുണ്ട്. ഈ ഉറുമ്പ് അയയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ എൻഡിലോ ആ എൻഡിലോ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. അത് ഇങ്ങേ അറ്റത്ത്, അപ്പോൾ നമുക്ക് അവിടെ പോയി ഉറുമ്പിനെ കാണാം, അങ്ങേ അറ്റത്ത് ഉറുമ്പുണ്ട്. ഇതിനിടയിൽ എവിടെയോ ആണെന്ന് പറഞ്ഞാൽ പറ്റും. ഇപ്പോൾ കോർഡിനേറ്റ് ജോമെട്രി അറിയാവുന്ന ഒരാൾ ഈ അയയുടെ ഒരു എൻഡിനെ 0 എന്നും മറ്റേ എൻഡിനെ X എന്നും വിളിക്കുന്നു. ഇപ്പോൾ X ആക്സിസ് ആണ്. ഇനി X ഡിസ്റ്റൻസ് പറയാം 32 സെൻറ്റിമീറ്ററിലാണ്, ഈ എൻഡിൽ നിന്ന് 32 സെൻറ്റിമീറ്ററിലാണ് ഇരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ അറിയണം കോർഡിനേറ്റ് റെഫറൻസസ് ഉണ്ട്, ഫ്രെയിമുണ്ട്, മെഷർമെൻ്റ് ഉണ്ട്. സയൻസിൽ ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ അല്ല ഇതിനിടയ്ക്ക് കുറേ പൊസിഷൻസ് ഉണ്ട്. പക്ഷേ യു ഹാവ് ടു ഹാവ് എ ഡിവൈസ് ഇതിനിടയ്ക്കുള്ള സ്ഥലങ്ങൾ പറയാം. കുറച്ച് മുന്നേ തന്നെ പറഞ്ഞല്ലോ ദൈവം ഇല്ല എന്ന്. അപ്പം അത് ഇല്ല ഉണ്ട് എന്ന്, അതിൻ്റെ ഇടയിൽ കുറേ ഭാഗങ്ങളുള്ളത്
കൃത്യമായി അറിഞ്ഞിരുന്നാൽ കുറെ സഫറിങ് കുറയില്ലേ എന്നുള്ളതാണ്. അല്ല, അതിനിടയിലുള്ള പൊസിഷൻ ഞാനത് ആദ്യം പറഞ്ഞു. ലോജിക്കൽ യെസ് ഓർ നോ ഉണ്ട്, ലോജിക്കൽ ആർഗ്യുമെന്റ്സ് യെസ് ഓർ നോ ആണ് ഉള്ളത്. ദൈവം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? പറയൂ. ദൈവം കുറച്ചുണ്ട്. അല്ല, ഇതിപ്പോ മനുഷ്യന്മാര് മാത്രം പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളുണ്ട് എന്നുള്ള പറഞ്ഞാൽ അത് മതിയല്ലോ. ദൈവം ഉണ്ടെന്ന് പറയണ്ട. അപ്പൊ ഇല്ലാന്നേ പറയാൻ പറ്റാതെ വരില്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ, നമ്മളിപ്പോ ഉണ്ടല്ലോ. ഉള്ള സമയത്തെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞത്. അതാണ് ഈ ഉണ്ട് ഇല്ല. എന്റെ ക്വസ്റ്റ്യൻ അതല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല. ലോജിക് ഒരു ആർഗ്യുമെന്റിന്റെ യെസ് ഓർ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് അല്ലെങ്കിൽ നോ മാത്രമേ സാധ്യൂ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണത്. ദൈവം ഉണ്ടോ ഇല്ലയോ? കുറച്ചുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അരി ഇരിക്കുകയാണ്, അരി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാക്ക് നിറച്ചരി ഉണ്ടാവാം, അരി ഇല്ലാത്ത വെറും ചാക്കാകാം. കുറച്ച് അത് പറയുന്നതിൽ അർത്ഥമുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് ഐ ക്യാൻ ബി ക്വാണ്ടിഫൈഡ്. ഇന്ത്യക്ക് പ്രധാനമന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഉണ്ട് എന്ന് പറയുമോ? ഉണ്ട്, ഉണ്ട് അല്ലേ? ഇന്ത്യക്ക് ചാൻസലർ ഉണ്ടോ? സുപ്രീം ചാൻസലർ ഉണ്ടോ? ഇല്ല. അവിടെ എവിടെയെങ്കിലും കാണും, പാർലമെന്റിലെ ബാക്കിൽ വല്ലോ ഇരിപ്പുണ്ടോ എന്ന് അങ്ങനെ പറയാമോ? ഇല്ല, ഇല്ല. അതാണ് എക്സിസ്റ്റൻസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ക്യാൻ ബി ആൻസർഡ് വിത്ത് യെസ് ഓർ നോ. നേരെ മറിച്ച് എത്ര എന്ന അളവിനാണ് ഇടയ്ക്കുള്ള പൊസിഷൻ ഉള്ളത്. ഓക്കെ, അത് ഈ ബൈനറി തിങ്കിങ്ങിൻ്റെ പ്രസക്തി വരുന്നത് അല്ല, അതിൻ്റെ കുഴപ്പം നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ യു ഡെഫിനറ്റ്ലി ഹാവ് ആൻ ആൻസർ. നിങ്ങൾ യെസ് എന്ന് പറയാം, നോ എന്ന് പറയാം. പക്ഷേ അതിനിടയ്ക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം ചോദിച്ച് യെസ് ഓർ നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും തിരിച്ച് ഓർ എന്ന് പറയരുത്. യു ഹാവ് ടു സേ അതർ യെസ് ഓർ നോ. ആലോചിച്ചോളൂ, ഞാൻ പറഞ്ഞാൽ ഉത്തരം കിട്ടത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യം, നേരത്തെ ഒരു മാഡം പറഞ്ഞായിരുന്നു, ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ISS ശാസ്ത്രജ്ഞനായിട്ടുള്ള സോമനാഥൻ പോലും ചന്ദ്രയാൻ്റെ ആ ട്രിപ്ലിക്ക് എടുത്ത് വെങ്കടാചലപതി കൊണ്ട് കാണിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ ഇങ്ങനെ അന്ധവിശ്വാസം വളർത്തുന്നത്, നേരത്തെ മാഡം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അത് വളർത്തുന്നത് ശരിയാണോ? യു ഹാവ് ടു ഗിവ് ദ ഡെഫിനിറ്റ് ആൻസർ ഫോർ. ശരിയല്ല. യെസ് ഓർ നോ. ശരിയല്ല. അതാണ് ചെയ്യേണ്ടത്. കാരണം ലോജിക് ഓൺ ഓർ സീറോ, ഓപ്പൺ ഓർ ക്ലോസ്, അത് ക്വസ്റ്റ്യൻ പോയിന്റ് ഇല്ല. ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് ഉത്തരം. ശരിയാണോ അല്ലയോ എന്നാണെങ്കിൽ അല്ല ഇടയ്ക്ക് ഉണ്ടെന്ന് പറയരുത്. ശാസ്ത്രജ്ഞനാണെന്നുണ്ട് അയാൾക്ക് ഒരു അന്ധവിശ്വാസം കൊടുക്കേണ്ട ആവശ്യമില്ല. വാട്ട് ഹി ഹാസ് ഡൺ ഈസ് പെർഫെക്റ്റ്ലി റോങ്. മൈ പോയിന്റ് ഈസ് കൺസേൺ. ഓക്കെ, ഹൈലൈറ്റ് ചെയ്യണം. ഔട്ട്, യെസ് ഓർ നോ, 0 1 ഇങ്ങനെയുള്ളതല്ലാതെ ഇടയ്ക്കൊരു പോയിന്റ് ഇല്ല എന്നുള്ള സത്യമാണ്. ഉണ്ട്, ഇല്ല, ഇതിനിടയ്ക്ക് ഒരു പോയിന്റ് വരുന്നില്ല. വാട്ട് ഹി ഹാസ് ഡൺ ഈസ് പെർഫെക്റ്റ്ലി റോങ്. പെർഫെക്റ്റ്ലി റോങ് എന്ന് പറയുന്ന സംഗതി ഇല്ല. റോങ്. ഓക്കെ, റൈറ്റ്. സർ, സയൻസ് മാത്രവാദം ഇന്ന് കേരളത്തിലെ ഒട്ടേറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്യുവർ സയൻസ് കൊണ്ട് മാത്രം കഴിയുമോ? സോഷ്യൽ സയൻസിനെ അവഗണിച്ചുകൊണ്ട് പ്യുവർ സയൻസിന് മാത്രം നിലനിൽക്കാൻ കഴിയുമോ? തിരിച്ചും ആ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ സയൻസ് മാത്രവാദം അല്ലെങ്കിൽ സയന്റിസം എന്നത് ഒരു ഭീകര പ്രസ്ഥാനം പോലെ ഇന്ന് കേരളത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് താങ്കളുടെ നിരീക്ഷണം എന്താണ്? സയൻസ്, പ്യുവർ സയൻസ് വേഴ്സസ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞൊരു കമ്പാരിസൺ അവിടെ ഇല്ല. നാച്ചുറൽ സയൻസ് വേഴ്സസ് സോഷ്യൽ സയൻസ് അങ്ങനെയാണ് പറയാറ്. സോഷ്യൽ സയൻസും സയൻസ് തന്നെയാണ്. സയൻസിൽ പ്യൂരിറ്റി തീരുമാനിക്കുന്നത് അതിൻ്റെ മെത്തേഡ്. അത് അതിനകത്ത് സയൻറ്റിഫിക് മെത്തേഡ് എങ്ങനെ ഫോളോ ചെയ്യുന്നു, അതാണ് സയൻസ് എത്രത്തോളം സയൻറ്റിഫിക് അല്ലെങ്കിൽ ഒരു പ്രത്യേക മെത്തേഡ് എത്രത്തോളം സയൻറ്റിഫിക് ആണ് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് മെത്തേഡിനെയും റിലീജിയസ് ആയിട്ട് ഫോളോ ചെയ്യാം. ഇപ്പോൾ ശരിയാണ്, നമ്മുടെ നാട്ടിൽ ഈ ശാസ്ത്രമാത്രവാദം, അത് ഇംഗ്ലീഷിൽ ശരിക്കും സയൻറ്റിസം എന്ന് പറയുന്ന വാദത്തിൻ്റെ ആ വാക്കിൻ്റെ മലയാളമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ സയൻസിൻ്റെ മെത്തേഡിലൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് 2 വിവാഹാലോചന വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏതെടുക്കണം, ഇത് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് തീരുമാനിക്കും. ഇത് സയൻറ്റിഫിക് അല്ലാതെ ഒരു അപ്രോച്ച് അവിടെ ഇല്ല. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത് സയൻസ് നമ്മൾ പഠിക്കുന്നത് പോലും സയൻറ്റിഫിക് അല്ലാത്ത കാര്യങ്ങളിലൂടെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിൽ ലാംഗ്വേജ് വെച്ചിട്ടാണ് ഞാൻ സയൻസ് പഠിക്കുന്നത്. ലാംഗ്വേജ് സയൻസ് അല്ല, ലാംഗ്വേജ് ഞാൻ പരിചയം കൊണ്ടാണ് പഠിക്കുന്നത്. ഒരാൾ എൻ്റെ അടുത്ത് കലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദിക്കാരനാണെങ്കിൽ ഒരർത്ഥമാണ്, മലയാളിയാണെങ്കിൽ വേറൊരർത്ഥമാണ്. അപ്പോൾ ഹിന്ദിയും മലയാളം അറിയാവുന്ന ഒരാളിന് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ടേ ഇത് പറയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കൺവെൻഷൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇലക്ട്രോണിന് പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം ചാർജിൻ്റെ പേരുകളാണ്. അവിടെ തങ്കപ്പനെന്നും രാജപ്പനെന്നും പേരിട്ടാലും വർക്ക് ചെയ്യും. പക്ഷേ എല്ലാ പോസിറ്റീവും മാറ്റി തങ്കപ്പനാക്കുക, എല്ലാ നെഗറ്റീവും മാറ്റി രാജപ്പനാക്കുക, അങ്ങനെയാണെങ്കിൽ വർക്ക് ചെയ്യും.
സോ അത് എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് അൺസയൻറ്റിഫിക് അല്ല, അത് നോൺ സയൻറ്റിഫിക് ആണ്. നിങ്ങൾക്ക് സയൻസിനോട് പ്രസക്തിയില്ല, നിങ്ങൾ പരിചയം കൊണ്ടാണ് ആ കാര്യങ്ങൾ പഠിക്കുന്നത്. അതവിടെ ഉണ്ട്. പിന്നെ അത് ഭീകരപ്രസ്ഥാനമായിട്ടൊന്നും പറയാം, അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. എല്ലാ കാലത്തും എന്തെങ്കിലുമൊക്കെ ആളുകൾ ഇങ്ങനെ റിലീജിയസ് ആയിട്ട് ഫോളോ ചെയ്യും. അതുകൊണ്ട് അപ്പോൾ ഈ സയൻസിന് വേണ്ടിയിട്ട് സയൻസ് മാത്രമേ പറ്റൂ എന്ന് പറയുന്ന ആൾക്കാർ ജീവിതത്തിൽ എത്ര ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മതി. കാരണം സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഒരു ഹൈപ്പോത്തിസിസ് ആണ് ആദ്യം ഉണ്ടാവുക, എന്നിട്ട് ഓരോ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്തിട്ടാണ് കൂടുതൽ ടെസ്റ്റ് സ്കോർ കിട്ടുന്ന ഹൈപ്പോത്തിസിസ് ആണ് ആൻസറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക. സയൻസ് മാത്രം വെച്ച് ജീവിതത്തിൽ തീരുമാനം എടുക്കുന്ന ആൾക്കാർ എത്ര ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. എക്സ്ട്രീമിലി ആയി പോകുന്നത് എന്തുകൊണ്ട്? എക്സ്ട്രീമിലി ആയിട്ട് സയൻസിൻ്റെ ഒരു എക്സ്ട്രീമിലി സ്റ്റേജ് എത്തുമ്പോൾ ഏതൊന്നും വളരെ ഡേഞ്ചറസ് ആയ ഒരു സ്റ്റേജിലേക്ക് കടന്നു പോകില്ലേ എന്നുള്ള. അത് സയൻസിൻ്റെ എക്സ്ട്രീം അല്ല, അവരതിനെ സയൻസ് എന്ന് വിളിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു എക്സ്ട്രീം നടക്കത്തില്ല ഇതിനകത്ത്. നമുക്ക് പൊസിഷൻസ് പറയാം, ഓക്കെ. അത് ഓരോ കാര്യത്തിലും ഓരോ ആർഗ്യുമെൻ്റാണ്. ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിലുള്ള ഉത്തരം ഇവിടെ പ്രസക്തമാണ്. അതായത് 1 ഉം 0 ആണ് നമുക്ക് ഏറ്റവും എളുപ്പം എടുക്കാവുന്ന നിലപാട്. 1 ഉം 0 ഇതിനിടയ്ക്കുള്ള നിലപാട് എടുക്കണമെങ്കിൽ കുറച്ച് പണിയെടുക്കണം, ഓക്കെ. അത് പറഞ്ഞ് ഫലിപ്പിക്കാനും പാടാണ്. അല്ല, ഉണ്ട്. ഞാൻ പറയുന്നത് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അല്ല, നമുക്ക് അതിലിപ്പോൾ ചർച്ച ചെയ്യാം. ബൈനറി അല്ല ലോകം നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ലോജിക്കൽ ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ആൻസർ എപ്പോഴും ബൈനറി ആണെന്നാണ്. പക്ഷേ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മാത്രമല്ല ലോകത്തുള്ളത്, അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്കൊരു ചോദ്യമുള്ളത്, ഈ 2024 നമ്മൾ ടെക്നോളജിക്കലി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ എവല്യൂഷണറി സൈക്കോളജിയെ നമുക്ക് എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അതിലെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ? അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി ഈ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുമ്പോൾ, സയൻറ്റിഫിക്കലിയും പൊളിറ്റിക്കലിയും ഈ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുമ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണോ അതിൻ്റെ ഒരു ഉത്തരം കിടപ്പുള്ളത്? എവല്യൂഷണറി സൈക്കോളജി അല്ല, എവല്യൂഷണറി ബയോളജി, എന്ത് ഐഡിയ ആയാലും അത് ഒരുപാട് സ്ഥലങ്ങളിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. കാരണം ആളുകൾ അവരവരുടെ സ്ഥാപിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളെ വാദിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എവല്യൂഷണറിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ത്രീ പുരുഷ സമത്വം പറയുമ്പോൾ സ്ത്രീകൾ ഇങ്ങനെയാണ്, എവല്യൂഷണറിൽ അവരെങ്ങനെയാണ്, പുരുഷന്മാർക്ക് ഗർഭം ധരിക്കാൻ പറ്റില്ലല്ലോ, സ്ത്രീകൾക്ക് ഗ്യാസ് സിലിണ്ടർ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയുള്ള വാദങ്ങൾ വെച്ചാൽ അതൊരു പർപ്പസ് ഉണ്ട്, അതിനുവേണ്ടി അത് ഉപയോഗിക്കുകയാണ്. അത് ഈ 2 കോമ്പസുകൾ മനുഷ്യർക്കുണ്ട്. ഒന്ന് മോറൽ കോമ്പസ്, ഒന്ന് സയൻറ്റിഫിക് കോമ്പസും അല്ലെങ്കിൽ ഫാക്ച്വൽ കോമ്പസ്. ഫാക്ച്വൽ കോമ്പസിന് സയൻസിലൂടെ നമുക്ക് ആൻസർ പറയാൻ പറ്റും, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവല്യൂഷണറി ബാക്ക്ഗ്രൗണ്ട് ഈസ്. അതായത് എവല്യൂഷണറി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരാരും തുല്യരല്ല. ഇപ്പോൾ ഞാൻ യേശുദാസും തമ്മിൽ കമ്പയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പാട്ടിൽ അങ്ങേരാണ് മുകളിൽ, കാൽക്കുലേഷൻ ചെയ്യാനുള്ള കാര്യത്തിൽ ഞാനായിരിക്കും മുകളിൽ, ഓക്കെ. ഇപ്പോൾ ഏത് അടിസ്ഥാനത്തിലാണ് ഞാൻ ഈക്വാലിറ്റി തീരുമാനിക്കുക? അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ സോഷ്യൽ ഈക്വാലിറ്റി പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു ഇന്നവേറ്റീവ് ഐഡിയ ആയിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻ ഫ്രണ്ട് ഓഫ് ദ ലോ, ഇങ്ങനെയുള്ള കാര്യം, ഇൻ ഫ്രണ്ട് ഓഫ് ദ അവൈലബിലിറ്റി ടു റിസോഴ്സസ്, അവകാശങ്ങൾ, ഇതിൽ നമ്മളെ എല്ലാവരെയും തുല്യരായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ പരസ്പരം എല്ലാവരും എല്ലാ കാര്യത്തിലും തുല്യരായിക്കണം എന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അതിന് ഡിഫറെൻ്റ് എത്നിസിറ്റികളുടെ കാര്യത്തിലായാലും ഒക്കെ ദർ ക്യാൻ ബി റീസൺസ് ടു എസ്റ്റാബ്ലിഷ് ഇനിക്വാലിറ്റി. ഇനിക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആര് മുകളിൽ ആര് താഴെ എന്നുള്ളതല്ല അതിൻ്റെ മീനിങ്. രണ്ടുപേരും ഈക്വൽ അല്ല എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. നമ്മൾ സ്കെയിൽ മാറുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അവിടെ ഒരു കുത്തിട്ടു, ഇവിടെ ഒരു കുത്തിട്ടു, ഏത് കുത്താണ് കൂടുതൽ ദൂരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ നടന്നാലോ മുകളിലാണോ അളക്കുന്നതനുസരിച്ച് മാറും. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ അളക്കുന്ന എവിടെയും തീരുമാനിക്കുന്നത് നമ്മുടെ മോറൽ ഡിസിഷനാണ്. ഇപ്പോൾ ആളുകൾ കൂടുതൽ നല്ല മനുഷ്യർ എന്ന് പറഞ്ഞാൽ കൂടുതൽ വെയിറ്റ് എടുക്കാൻ കഴിയുന്ന ആളാണ് എന്ന് ഡിഫൈൻ ചെയ്താൽ പുരുഷന്മാർ സ്ത്രീകളെക്കാളും മെച്ചപ്പെട്ടവരാണെന്ന്. നമ്മൾ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് റെക്കോർഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുരുഷൻ്റെ റെക്കോർഡ് സ്ത്രീയുടെ റെക്കോർഡിനേക്കാളും മുകളിലാണ്, ഓക്കെ. ഫാക്ച്വലി നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ ഈ ഇനിഷ്യൽ ഡിസിഷനാണ് കുഴപ്പം. വെയിറ്റ് എടുക്കുന്നതാണോ ഇതിൻ്റെ മാനദണ്ഡം? അതല്ല. അപ്പോൾ എവല്യൂഷണറിലി നമുക്ക് എവല്യൂഷണറി സൈക്കോളജി ആയാലും ബയോളജിക്കൽ കേപ്പബിലിറ്റീസ് ആയാലും ഒക്കെ പലതരത്തിൽ വ്യത്യസ്തരാണ് മനുഷ്യർ. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ റീജിയൻ വൈസോ ജെൻഡർ വൈസോ അങ്ങനെ പല രീതിയിലും ഡിഫറൻസസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഉച്ചനീചത്വം പറയുന്നിടത്താണ് നമ്മൾ ഈ വിഷയം കയ്യിൽ നിന്ന് മാറ്റുന്നത്. നമ്മൾ വളരെ വിദഗ്ധമായിട്ട് വിഷയം മാറ്റുകയാണ്, പൊളിറ്റിക്സിലേക്ക് നമ്മളങ്ങ് ചാടും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സ് സംസാരിക്കും, ബയോളജിയാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ബയോളജി സംസാരിക്കും. അല്ല, അതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊളിറ്റിക്കലി ഈ സാധനത്തിന് അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമില്ലേ? ഇപ്പോൾ
നമ്മൾ തന്നെ കാണാറുണ്ട് സയൻറ്റിഫിക് ഫോറങ്ങളിലും വേദികളിലും എല്ലാം മനുഷ്യർ മെറിറ്റുകളെ പറ്റി സംസാരിക്കുകയും മെറിറ്റുകളെ പറ്റി സംസാരിക്കുകയും അതുപോലെ ക്വാളിറ്റി ഔട്ട്പുട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം. അവിടെ സംവരണത്തിൻ്റെ യുക്തികളെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് വേദികൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സയൻറ്റിഫിക്കലി അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പൊളിറ്റിക്കൽ സ്റ്റാൻഡുമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ മോറൽ കോമ്പസ് ആണ് നമ്മുടെ ഡിസിഷനെ തീരുമാനിക്കുന്നത്, നമ്മുടെ പൊളിറ്റിക്കൽ ഡിസിഷൻസിനെ തീരുമാനിക്കുന്നത്. അതിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് നമ്മൾ സയൻസ് ഉപയോഗിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. സയൻറ്റിഫിക്കലി എന്തെങ്കിലും ഒരു ഫാക്റ്റ് കണ്ട് ഒന്ന് നമുക്ക് ഡിഫറൻ്റ് ആണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മുകളിലോ താഴെയോ അല്ലെങ്കിൽ കൂടുതൽ സുപ്പീരിയർ ഇൻഫീരിയർ എന്ന ഡിസിഷനിലേക്ക് പോകുമ്പോൾ അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ് വരുന്നത്. അപ്പോൾ പേഴ്സണലി എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞാൽ ആദ്യം വരേണ്ടത് ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, പുരോഗമന ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മോറൽ ഡിസിഷൻസാണ്. അതിൻ്റേതായ ജസ്റ്റിഫിക്കേഷൻസ് ആണുള്ളത്. അതിനുശേഷം നമുക്ക് സയൻസ് സംസാരിക്കാം. പക്ഷെ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നത് രണ്ടിനെയും കുഴപ്പത്തിലാക്കാനേ സഹായിക്കും. എൻ്റെ ഒരു സംശയം, നമ്മുടെ ഈ വലിയ സയൻറ്റിസ്റ്റുകളൊക്കെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്നുള്ള ഒരു പരാതിയാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞത്. പക്ഷേ അത് അവർ അന്ധവിശ്വാസികളായിട്ടാണോ ആണെന്നുള്ളത് എനിക്ക് വലിയ വിശ്വാസമില്ല. അവരൊക്കെ യുക്തിവാദികൾ ആയി അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഇമ്മീഡിയറ്റായിട്ട് പ്രൊമോഷൻസ് അല്ലെങ്കിൽ പോസ്റ്റ് ഡിറ്റർമിൻഡ് ബെനിഫിറ്റ്സിന് വേണ്ടി അവർ ചില പോളിറ്റിക്സുകളൊക്കെ അവരുടെ യുക്തിവാദം ആണ് ഇവിടെ പ്രകടിപ്പിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരിൽ പലരും യഥാർത്ഥ സയൻറ്റിസ്റ്റുകളാണ്, പക്ഷേ അവരുടെ സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി അവരിതൊക്കെ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ തോന്നലിനോട് ഞാൻ യോജിക്കുന്നു. ഞാൻ ഈ 1 നും 0 നും ഇടയ്ക്കുള്ള പൊസിഷൻസ് പറയുന്നത്, അതായത് സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ ഒരു അമ്പലത്തിൽ പോയി മോഡൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ തെറ്റാണോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. തെറ്റാണ്. വൈ ദേ ആർ ഡൂയിങ് ഇറ്റ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. ദർ ക്യാൻ ബി മൾട്ടിപ്പിൾ റീസൺസ്, മെനി റീസൺസ്. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നാകാം, ഒന്നിലധികം റീസൺസ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ ഒരുപാട് കണ്ടതാണ്. അതിനകത്ത് പേഴ്സണൽ എക്സ്പീരിയൻസിന് റോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഡയറക്ഷനിലേക്ക് ഉത്തരം പറയാത്തത്. സർ, വളരെ സന്തോഷകരമായിട്ടുള്ള ക്ലാസ്സാണ്. അതായത് ഇപ്പോൾ ഫ്രീ തിങ്കേഴ്സാണ് എല്ലാവരും. അവരവരുടെ മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, പിന്നെ ഞാൻ ചോദിക്കാനുണ്ടായിരുന്നത് എല്ലാം തിരക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. എന്നാലും ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഭക്തി പ്രസ്ഥാനത്തിൽ കുറേ അഹങ്കാരികൾ തീർത്തതാണ് പള്ളിയും കോവിലുകളും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ശാസ്ത്ര സംബന്ധമായ അങ്ങനെ ഒരു സ്ഥാപനമൊന്നുമില്ല. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഭക്തഗണങ്ങൾ പള്ളിയിലും ക്ഷേത്രത്തിലും ഒക്കെ പോകുന്നു, അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചു വരുന്നു. പക്ഷെ അതുപോലെ ഒരു സയൻസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് വരാൻ ആർക്കും അങ്ങനെ ഒരു സ്ഥാപനമില്ല. ആരും പോയതുകൊണ്ട് അങ്ങനെ ഒന്നും കാര്യമില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ടിലും കാര്യങ്ങളുണ്ട് താനും. ഇപ്പം ഗ്രീക്ക് പുരാതന ക്ഷേത്രങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തുവാണ്? ഡ്രോപ്പ് യുവർ ഈഗോ ആൻഡ് ഗെറ്റ് ഇൻ ടു ദ ടെമ്പിൾ എന്നെഴുതി വച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പം അതിന് ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലും നിലവിലുള്ളത്. എന്താണ്? നമ്മൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് അകത്ത് കയറുന്നു. ഇപ്പം പുരുഷന്മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷർട്ട് ഊരി അകത്ത് കയറാം. അതായത് നമ്മുടെ ഈഗോ, ഞാൻ എന്ന ഭാവത്തിനെ ഊരി വയ്ക്കുകയാണ്. എന്നിട്ടാണ് വളരെ വിനയത്തോടെ അകത്ത് കയറുന്നത് എന്നുള്ളത് മീൻ ചെയ്യുന്നത് അതാണ്. പക്ഷേ ഈ കയറുന്നവരാരും അത് മനസ്സിലാക്കുന്നില്ല. ഇത് മീൻ അത് ആ ജനത്തിനെ ഇപ്പം എവിടെയെങ്കിലും ഒരു കല്ല് കൊണ്ട് വച്ചിരുന്നാലും തൊട്ട് തൊഴുത് പൈസയും ഇട്ടിട്ട് പോകുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. പൊങ്കാല ഇട്ടിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല. അത് മനസ്സിലാക്കുന്നില്ല. അപ്പം അവരെ മനസ്സിലാക്കിക്കാൻ വേണ്ടുന്ന ശാസ്ത്രബോധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നതിൽ അർത്ഥമില്ലേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. എന്ത് മനസ്സിലാക്കിക്കാനാണ്? അല്ലല്ലേ, ഇവിടെ ക്വസ്റ്റ്യനൊന്നും അല്ല എൻ്റെത്. അത് സമാനമായിട്ട് അത് നടക്കേണ്ടതല്ലേ? ഈ ക്ഷേത്രങ്ങൾ അല്ലല്ല, സാർ ചോദിച്ചതിന് എനിക്കൊരു ഉത്തരവുണ്ട്. ഈ പറഞ്ഞത് ഈ ഷർട്ടൊക്കെ ഊരി വെച്ചിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ഒരു നല്ല ഈഗോ വെടിഞ്ഞു വെച്ചിട്ട് പോണതൊക്കെ കറക്റ്റ് തന്നെ. പക്ഷേ നോട്ട് ബൈ കമ്പൽഷൻ. അവിടെ ഷർട്ട് വിട്ടുകൊണ്ട് പോകാമെന്നുള്ള റൂളുള്ള സ്ഥലത്ത്
ഒരാൾ ഷർട്ട് ഊരി വെച്ചിട്ട് ഈഗോ കളഞ്ഞിട്ട് പോയാൽ ദർ ഇസ് എ മീനിങ്. ബട്ട് നമ്മുടെ ആൾക്കാർ ക്ഷേത്രത്തിൽ ഷർട്ട് ഊരി വെക്കുന്നത് ഷർട്ട് ഊരി വെക്കാതെ അകത്ത് കടത്തത്തില്ല. അതുകൊണ്ടാണ് ഷർട്ട് ഊരി വെക്കുന്നത്. അതാണ് വാസ്തവത്തിൽ നടക്കുന്നത്. ഷർട്ട് ഊരി വെക്കുന്നത് കൊണ്ട് വേറെയും ചില ഗുണങ്ങളുണ്ട്. ഷർട്ട് ഊരിയില്ലെങ്കിൽ കാണാൻ പറ്റാത്ത ചില സാധനങ്ങൾ ഷർട്ട് ഊരുമ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റും. അത് ഈഗോ ഡ്രോപ്പ് ചെയ്യുന്നതല്ല, എടുത്ത് പൊക്കുന്നതാ. ഈ ഷർട്ട് ഊരുന്നതിനെ പറ്റിയിട്ട് വളരെ മുമ്പേ നമ്മൾ യുക്തിവാദികളുടെ ഇടയിൽ പറയപ്പെടുന്ന ഒരു സാധനമാണിത്. ഈ പൂണൂല് കാണാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ജാതി ആരാണ് ഈ വരുന്ന ആളുടെ ജാതി അറിയാൻ പറ്റില്ലല്ലോ, അപ്പം അതിൻ്റെ പേരിലാണെന്ന് പറയുന്നുണ്ട്. സാധ്യതയുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ജാതി കൊണ്ട് പൊറുതിമുട്ട ഒരു സമൂഹമായിരുന്നു നമ്മുടെ എന്നുള്ളത് കൊണ്ട് അത് അതേപോലെ തന്നെ നിലനിൽക്കുന്നു. പിന്നെ പാരസെറ്റമോൾ കണ്ടുപിടിച്ച ആളുടെ പേരിൽ എന്തുകൊണ്ടാണ് വലിയ നിർമ്മിതിയില്ല. അതുപോലെ ലൂയി പാസ്റ്റർ പേപ്പട്ടി കണ്ടുപിടിച്ച ആളുടെ പേരിൽ നിർമ്മിതികളൊന്നുമില്ല. അത് നമ്മൾ അറിയുന്നുണ്ട്. നമുക്ക് ശാസ്ത്രം കൊണ്ട് ആരും പ്രചോദിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മതം കൊണ്ട് മാത്രമേ മനുഷ്യരെ പ്രചോദിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അത് നല്ല അത് നന്നായിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട്. അതാണ് അതിനുള്ള ഒരു ഉത്തരമായിട്ട് പറയാനുള്ളത്. തിരുവനന്തപുരത്ത് യൂറി ഗഗാറിൻ്റെ ഒരു പ്രതിമയുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ട്? ഉണ്ട്. ആരും ശ്രദ്ധിക്കാതെ അവിടെ ഇരിപ്പുണ്ട്. പ്ലാനറ്റോറിയത്തിലല്ലാതെ ബാൻഡ്രോസ് ജംഗ്ഷനിൽ ഇരിപ്പുണ്ട്. നമസ്കാരം. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച നാസ്തിക് നാഷന് ആദ്യമായി നന്ദി പറയുകയാണ്. കാരണം വൈശാഖ് തമ്പിയെ പോലുള്ള ഒരു ട്രൂ സയൻറ്റിസ്റ്റിനെ കാണുക, നേരിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ്. കാരണം ഈ കാലത്ത് ശാസ്ത്രം പറയുന്ന ശാസ്ത്ര അധ്യാപകരെ കിട്ടാൻ വളരെ പാടാണ്. ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ എങ്ങനെ ശാസ്ത്രം പറയണം, ഏത് രീതിയിൽ പറയണം, ആരോടൊക്കെ പറയണം എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ ആധുനിക മാധ്യമത്തിലൂടെ കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ജനങ്ങളോട് കൃത്യമായിട്ടുള്ള ആശയ സംവാദം നടത്തുന്ന വൈശാഖൻ തമ്പി സാറിനെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞൊരു ഉദ്യമമാണ് ഈ ശാസ്ത്രം അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിനും മതത്തിനും എതിരെയൊക്കെ സംസാരിക്കുക. ഇപ്പോൾ സത്യനന്ദിക്കാട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭുവിൻ്റെ മക്കൾ എന്നൊരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത റിസ്ക് മറ്റുള്ളവരാരും എടുക്കാത്തതാണ്. അതിനുശേഷം അങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല. വൈശാഖൻ തമ്പിയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഹാളിൽ എത്താനും ഒരു കാരണം ദ പേഴ്സൺ, ഹിസ് ഐഡിയ. അദ്ദേഹം പറഞ്ഞു പേഴ്സൺ അല്ല, ദ ഐഡിയ ഹി പുട്ട് ഫോർവേഡ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് കൺഫ്യൂഷൻ. ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്കത് കണ്ടിട്ട് പറയുന്നതൊക്കെ അംഗീകരിക്കാം, ബട്ട് ഇറ്റ് ഈസ് കൺഫ്യൂസിങ് മീ. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം അവർ 32 വയസ്സിനിടയിൽ കേട്ട മൊത്തം റിലീജിയസ് ഐഡിയാസ് അത്രയുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ അതുമായിട്ട് ഫൈറ്റ് ചെയ്യാം. ആൻഡ് ഷീ ഈസ് അൺഏബിൾ ടു കണ്ടിന്യൂ ദാറ്റ് വീഡിയോ, വാച്ച് ദാറ്റ് വീഡിയോ. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചോദിക്കാൻ വരുന്നത്, നമ്മൾ ഇത്രയും ശാസ്ത്രത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ കുട്ടികൾ ഈ റിലീജിയസ് ആയിട്ട് തന്നെയാണ് വളരുന്നത്, കൃത്യമായിട്ട് ഫ്രം ദ വെരി ബർത്ത്. അപ്പോൾ ഞാൻ പുസ്തകത്തിൽ എവിടെയും പുസ്തകമുണ്ട്, ബട്ട് ദർ ഈസ് നോ ഡിബേറ്റ് ഓവർ സയൻസ് ആൻഡ് റിലീജിയൻ. ഇത് പ്രൈമറിയിലും ഇല്ല, ഹൈസ്കൂളിലും ഇല്ല, സെക്കൻഡറിയിലും ഇല്ല, ഡിഗ്രി ലെവലിലും ഹയർ നമ്മൾ ഈ ചെയ്യുന്ന ഡിബേറ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നാളെ ഒരു സ്പേസ് സയൻറ്റിസ്റ്റ് വന്നിട്ട് എൻ്റെ സ്കൂളിലൊരു സാധനം ഓർഗനൈസ് ചെയ്യുമ്പം അവിടെ ഒരു ഫസ്റ്റ് ആ സാധനം പ്രെയറിൽ തന്നെയാണ് തുടങ്ങിയത്. ആൻഡ് ഹി സ്റ്റുഡ് ആൻഡ് ഹി വാസ് ജസ്റ്റ് ഡൂയിങ് ലൈക്ക് ദിസ്. ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ഹിസ് നെയിം. ആക്ച്വലി ഐ ഫെൽറ്റ് വെരി ഡിസപ്പോയിൻറ്റഡ്. ഭയങ്കര എനിക്ക് സങ്കടം വന്നുപോയി. കാരണം ആ പ്രെയർ അതിൽ അജണ്ടയിൽ ഇല്ലാത്തതായിരുന്നു, ബട്ട് സംഹൗ ഇറ്റ് വാസ് there. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരിൽ ഈ സയൻറ്റിഫിക് ചിന്തയുണ്ട്. ഇത് നമുക്ക് ഒരുപാട് ആളിലേക്ക് എത്തിക്കണം. ഇവിടെ റിനൈസൻസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇത് കേരളത്തിലാണ് പറഞ്ഞത്, യൂറോപ്പിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു നവോത്ഥാന നായകനും ഈ ഇത്രയും ഉദാത്തമായ
ഒരു ഐഡിയ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ഒരു നായകൻ, നവോത്ഥാന നായകൻ പറഞ്ഞതിനാണ്, സഹോദരൻ അയ്യപ്പൻ പറഞ്ഞാണ്. അത് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ല കേരള സമൂഹം. ഈ ഫ്രീ തിങ്കേഴ്സ് പറയുന്നത് ജാതി വേണ്ട. എന്തുകൊണ്ടാണ് ജാതി വേണ്ട എന്ന് പറയാത്തത്? ജാതി വേണമെന്ന് തന്നെയാണ് ഭൂരിപക്ഷം പറയുന്നത്. അതാണ് സാറ് പറഞ്ഞത്, പവർ, മണി, ഓൾ ദി തിങ്സ്. മതം വേണ്ട, മതം വേണം, ബിക്കോസ് ഇറ്റ് ഗീവ്സ് മീ എ ലോട്ട്. ദൈവം വേണം, പ്രൊട്ടക്ടർ എന്തോ എനിക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രം ദ വെരി ബിഗിനിങ് വി ഹാവ് ടു. സാറിനോട് ചോദിക്കാനുണ്ട്, എന്തെങ്കിലും ഒരു വഴി എവിടെയെങ്കിലും, സാറിപ്പം കോളേജ് ലെവലിൽ ഡിബേറ്റ് നടത്തുന്നുണ്ടാവാം, ഈ ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ നമ്മളെല്ലാവരും പറയുന്നു ജനങ്ങൾ അങ്ങനെയാണ്, സിസ്റ്റം അങ്ങനെയാണ്. ആക്ച്വലി ഐ ആം ദ പീപ്പിൾ, ഐ ആം ദ സിസ്റ്റം. ഞാൻ മാറാതെ സിസ്റ്റം മാറില്ല, ഞാൻ മാറാതെ ജനങ്ങൾ മാറില്ല. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യം എനിക്ക് ഈ ഒരു കാര്യമാണ്. സോഷ്യൽ സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം, ലോ സിസ്റ്റം എല്ലാം റിലീജിയസ് ബേസ്ഡ് ആയിട്ട് വരുമ്പോൾ ഹൗ ആർ വി ഗോയിങ് ടു സർവൈവ്? സോ ക്യാൻ ദിസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ക്രിയേറ്റ് സം ചേഞ്ച്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. താങ്ക് യു. ഈ സം ചേഞ്ച് ഈസ് ഡെഫിനറ്റ്ലി പോസിബിൾ. അതായത് സ്കെയിലിൽ നിന്നുള്ളത് ഒന്ന് സോഷ്യൽ ആയിട്ടുള്ള മാറ്റങ്ങളെ ഞാൻ നോക്കിക്കാണുന്നത് എപ്പോഴും ഒരു സ്ലോ പ്രോസസ്സായിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇതിപ്പോൾ നവോത്ഥാനത്തിൻ്റെ വിജയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതുപോലെയാണ്. വിജയം 100% വിജയം എവിടെയാണെന്ന് ഡിഫൈൻ ചെയ്താലേ എത്ര ശതമാനം വിജയിച്ചു എന്ന ചോദ്യത്തിന് അർത്ഥമുള്ളൂ. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഡെഫിനറ്റ്ലി രണ്ടും നമ്മൾ ഫേസ് ചെയ്യണം. എപ്പോഴും നമ്മൾ റാഷണലായിട്ടുള്ള കാര്യങ്ങളോ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളോ വേണമെന്ന് വാദിക്കുമ്പോൾ നമ്മളവിടെ ന്യൂനപക്ഷമായിരിക്കും. കാരണം ഭൂരിഭാഗം മനുഷ്യരും അൺസയൻറ്റിഫിക് ആയിട്ടും സൂപ്പർസ്റ്റിഷ്യസുമായിട്ടും ഒക്കെ പെരുമാറുന്നൊരു സ്ഥലമാണ്. അത് അവരുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണ്, അവരുടെ കുറ്റമാണ് എന്ന് വാദിക്കുന്നതും ഒരുപോലെ മണ്ടത്തരമാണ്. ഇപ്പോൾ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന ചോദ്യത്തിന് ദൈവം ഉണ്ടാക്കിയെന്ന് ഒരാൾ ഉത്തരം പറയുന്നത് അങ്ങനെ അല്ല എന്ന് എനിക്ക് റെഫ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് ബിഗ് ബാങ് സിദ്ധാന്തത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സാവകാശവും അവസരങ്ങളും എനിക്കുണ്ടായിരുന്നുകൊണ്ടാണ്. ആ മനുഷ്യൻ്റെ പക്ഷേ അങ്ങനെ ആയിരിക്കും കേട്ടിട്ടുള്ളത്. ആ വിശ്വാസം ചോദ്യം ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം അത് ബിഗ് ബാങ് ആയാലും ദൈവം ഉണ്ടാക്കിയതായാലും റേഷൻ കടയിൽ നിന്ന് അരി കിട്ടാൻ ഒരേ വിലയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പം മനുഷ്യർ അവരുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് നടക്കുമ്പോൾ പലതരത്തിൽ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പലതരത്തിലും പല അറിവ് ഇല്ലായ്മകളും കൊണ്ടാണ് നടക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ടെന്നുണ്ടോ, എത്രത്തോളം പഠിക്കേണ്ടതുണ്ട്, അത് നമ്മളതിനെ എത്രത്തോളം മനസ്സിലാക്കുന്നു, നമ്മൾ അതുകൊണ്ടാണോ ജീവിക്കുന്നത്, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് ആളുകളെ അന്ധവിശ്വാസികളും പിന്തിരിപ്പന്മാരും ഒക്കെ ആയിട്ട് നിർത്തുന്നത്. അപ്പോൾ ഓവർ ദ നൈറ്റ് ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ശരിയാക്കാനൊന്നും പറ്റില്ല. പക്ഷേ തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളിവിടെ ഇരിക്കുന്ന ഒരാൾ ഇതുവരെ ചിന്തിക്കാത്തൊരു വിഷയം പുതുതായിട്ട് മനസ്സിലാക്കി, ചിന്തിച്ചു, അയാളത് 10 പേരുമായിട്ട് ഷെയർ ചെയ്തു, അതിലൊരാൾ മാറി. അയാൾ 10 പേരുടെ പങ്കുവച്ചാൽ ഒരാൾ വളരെ ചെറിയ നമ്പർ ആയിരിക്കും, പക്ഷേ ദർ ഇസ് എ നമ്പർ. അപ്പം ഞാൻ അക്കാര്യത്തിൽ ഒരേ സമയം ഒപ്റ്റിമിസ്റ്റും പെസിമിസ്റ്റുമാണ്. പെസിമിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡേ ബൈ ഡേ ഔട്ട് നമ്പർ ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷെ അതേസമയം ശ്രദ്ധിക്കപ്പെടുന്നുമുണ്ട്. ഒപ്റ്റിമിസം കാണണമെങ്കിൽ അതിലേക്ക് എടുക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചോയ്സാണ്. ഞാൻ അതിനകത്ത് ഒപ്റ്റിമിസ്റ്റിക് നിലപാടെടുക്കുന്ന ആളാണ്. ഡെഫിനറ്റ്ലി ദിസ് ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ. പിന്നെ ആളുകൾ കൂടുതൽ പിന്തിരിപ്പന്മാരാകുന്നതും കൺസർവേറ്റീവ് ആകുന്നതിനൊക്കെ പിന്നിൽ മതവിശ്വാസവും ശാസ്ത്രബോധം ഇല്ലായ്മയും മാത്രമൊന്നുമല്ല, ഒരുപാട് സാമ്പത്തികം വരെ ഉണ്ട്. അതായത് കുട്ടികൾ, എൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷനാണ്, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തോ കോളേജിൽ പഠിച്ചിരുന്നോ ഉള്ള സമയത്തെ കുട്ടികളെ അപേക്ഷിച്ച് കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ. അവരുടെ മാതാപിതാക്കൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവർ കൂടുതൽ മികച്ച പാരൻസ് ആകുന്നു എന്നാണ് അവർ കരുതുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഇവർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണ് പാരൻസിൽ. അപ്പോൾ പാരൻസിൻ്റെ കൺസർവേറ്റീവ്സ് ഇവർ ചുമന്നേ പറ്റൂ. വന്നു കഴിഞ്ഞു, പിന്നെ ഇപ്പം നമുക്ക് മതത്തിൻ്റെതായ ഒരു ആവശ്യം തൽക്കാലം ഇപ്പം ഇല്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം ശാസ്ത്രമാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു സ്ത്രീ, അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും, അവരുടെ കുട്ടി പരീക്ഷയ്ക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് അവർ വളരെ വറീഡാണ്. അപ്പോൾ അവർ പറയുന്നു, ഈ കുട്ടിയെ രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോകലാണ്, എന്നാലേ കുട്ടി പരീക്ഷയ്ക്ക് ജയിക്കുകയുള്ളൂ. അപ്പോൾ ആ കുട്ടിയെ അവർ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലേ ജയിക്കുള്ളൂ. അതേസമയം മുമ്പേ ഈ കുട്ടി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുകയും ഹോംവർക്ക് ചെയ്യുകയും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോവുകയും ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ബോധം ആ സ്ത്രീക്ക് നമ്മൾ കൊടുക്കേണ്ടതായിരുന്നു. അത് മുമ്പേ നമ്മൾ ചെയ്യണമായിരുന്നു, നമ്മുടെ കൂടെ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതേപോലെ ചെറിയ ചെറിയ ഇൻ്റർവെൻഷൻസ് നമുക്ക് ചെയ്യാൻ കഴിയും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നതല്ല, അവരോട് ഫൈറ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യം. പറഞ്ഞ ഞാൻ ഇവിടെ ഇരുന്ന് മിണ്ടുകയില്ലേ? ഈ നേരത്തെ പറഞ്ഞല്ലോ വീട് വെക്കാൻ നേരത്തെ വാസ്തു നോക്കരുതെന്ന്. പക്ഷെ ഇപ്പം ശരിയായിട്ട് നോക്കേണ്ടത് നോക്കാതിരിക്കുന്ന ഒരു കാര്യം കൊണ്ട് മണ്ണിന്റെ സ്റ്റെബിലിറ്റി, മെക്കോളജിക്കലായിട്ടുള്ള സാധനങ്ങൾ അത് നോക്കേണ്ടതാണ്, അത് നോക്കുന്നുമില്ല. അതെ, ആ കാര്യം കൂടെ
ഈ സർക്കാർ എന്ന് പറയുന്നത് അമൂർത്താശയമല്ല. അത് അമൂർത്തം എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. അല്ല, നമുക്ക് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഈ ഉച്ചഭാഷിണി നിരോധിച്ചുകൊണ്ടുള്ള ഒരുപാട് ഹൈക്കോടതി, സുപ്രീം കോടതി ഉത്തരവുകളുണ്ട്. ഇത് കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ നടപ്പാക്കിയത് എൻ്റെ അറിവിൽ 3 പേരേ ഉള്ളൂ. ഒന്ന് രവീന്ദ്രനാരായൺ രവി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ നടപ്പാക്കി, ആലപ്പുഴ ജില്ലയിൽ. എറണാകുളത്ത് ജേക്കബ് തോമസ് നടപ്പാക്കി. അവിടെ തന്നെ ഹാരിസ് സേവ്യർ വേറെ ഏതോ ചേർത്തലയിൽ എവിടെ ഒരു സ്ഥലത്ത് നടപ്പാക്കി. അപ്പോൾ ഇങ്ങനെ അതുപോലെ നമ്മുടെ പല ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ശേഷം വന്നപ്പോഴാണ്. അതിന് ശേഷവും ആരും വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കാര്യക്ഷമത എന്ന് പറയുന്നതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി വിലയിരുത്തുക. ഇന്ത്യയിൽ എത്ര ശതമാനമുണ്ട് ഓൾ ഇന്ത്യ ഓഫീസേഴ്സ്, നമ്മുടെ അവരെല്ലാം 3 ലക്ഷത്തിന് മേലേക്ക് ശമ്പളം മേടിക്കുന്നവരാണ്. അപ്പോൾ അവരവരുടെ കൃത്യനിർവഹണം ശരിയായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജാതി പറഞ്ഞാണ് തുഷാർ വെള്ളാപ്പള്ളി വോട്ട് പിടിച്ചത്. അവിടെ വ്യാജമദ്യം ഒഴുകിയാണ്. അപ്പോൾ ഇത് നിയമമില്ലാഞ്ഞിട്ടല്ല, അതുപോലെ ഉച്ചഭാഷണ നിയമം. അപ്പോൾ സർക്കാരിന് പ്രത്യക്ഷത്തിൽ, അതുപോലെ ഗുജറാത്തിൽ നമ്മളൊക്കെ കേട്ട് കാണും ഈ കമ്മ്യൂണൽ റൈറ്റൊക്കെ ഉണ്ടാകും. RB ശ്രീകുമാർ എല്ലാ സ്ഥലത്തെയും എൻ്റെ കുറേ ബന്ധുക്കൾ ഇവിടെ ഉണ്ട്. അവർ പറഞ്ഞത് 1/2 മണിക്കൂറിനകം RB ശ്രീകുമാർ കമ്മ്യൂണൽ റൈറ്റ് അമർച്ചയുമായിരുന്നു. അതിന് മുമ്പ് ഒരാളവിടെ വന്നിട്ടില്ല, നേരങ്ങൾക്കാരനാണ്. അതിന് ശേഷം ഒരാളവിടെ വന്നിട്ടില്ല. ഇതെന്തുകൊണ്ടാണ്? സർക്കാരിന് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ഉള്ള കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ ഇതെല്ലാം ശരിയാവും. ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രത്തിൻ്റെ നടപ്പാക്കാൻ പറ്റും. അത് നമ്മുടെ അത്രയ്ക്ക് പൗരബോധം ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് എക്സാക്ട്ലി അതായിരുന്നു ഞാനും പറഞ്ഞത്. നമ്മളെ കൺക്ലൂഡ് ചെയ്യാണ്. ഭക്ഷണം എത്തിയിട്ടുണ്ട്. ഭക്ഷണം നമ്മൾ എന്തായാലും ഒരു മണിക്കൂറോളം ബാക്കിലോട്ട് പോയിട്ടുണ്ട്. അതൊക്കെ ഉച്ച കഴിഞ്ഞ് അടുത്ത പ്രഭാഷണം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി സജീവേട്ടന് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, മതം, ആത്മീയത, ശാസ്ത്രം ആണ് നമ്മൾ പറഞ്ഞതെങ്കിലും, നമ്മൾ അതിലൊതുങ്ങി ചർച്ച ചെയ്യാനാണ് ഞാൻ ആരംഭിച്ചതെങ്കിലും, പക്ഷേ ചർച്ച വളരെയധികം പല മേഖലകളിലേക്കും വ്യാപരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചോദ്യങ്ങളുള്ളവർക്കൊക്കെ ചോദിക്കാനുള്ള അവസരവും നമുക്ക് ഇവിടെ കിട്ടി. ഇതൊരു നിസ്സാരമായിട്ട് ഞാൻ ഇതിനെ കരുതുന്നില്ല. പ്രത്യേകിച്ച് തമ്പിയെ പോലുള്ള ഒരാളെ നമുക്ക് അങ്ങനെ അവൈലബിളായിട്ട് കിട്ടാറില്ല. അദ്ദേഹം ഒന്നാമത്തെ കാര്യം അധ്യാപകനാണ്, എല്ലാ ദിവസവും എൻഗേജ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് കിട്ടി. മാത്രമല്ല നമ്മളിപ്പോൾ 2 മണിക്കൂർ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ പലരും പലതവണ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും പലയിടത്തും ഇതൊന്നും പറ്റാറില്ല. ഞാൻ കാരശ്ശേരി മാഷ് നാൾ സംസാരിച്ചപ്പോൾ, ഒരു പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ 1 മണിക്കൂറാണ് സംസാരിക്കുന്നത്, വെച്ചാൽ 15 മിനിറ്റേ ഞാൻ സംസാരിക്കുകയുള്ളൂ, ബാക്കി ഞാൻ ആളുകളായിട്ടേ സംസാരിക്കുകയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു കൾച്ചറിലേക്ക് നിങ്ങൾ പോകണം എന്ന് എന്നോട് പറയും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ ഒരു തുടക്കമാവട്ടെ എന്നുള്ള വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തെ നമ്മുടെ ചർച്ച വലിയ മോശമില്ല എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.